അതിജീവനം സഹനത്തെ പോലെ ആയിരിക്കലിൻ്റെ ഒരു മാനമാണ്. അതിജീവനം എന്ന് പറയുന്നത് സഹനത്തിൻ്റെ അതിൻ്റെ അതിർവരമ്പുകളിൽ, അതായത് സഹനം അസഹനീയമായ ഒരു നില തുടരാൻ, ഒരു തത്വത്തിൻ്റെ നില തുടരാൻ പോംവഴിയില്ലാതെ വരുന്ന സമയത്താണ് അതിജീവനത്തിൻ്റെ പ്രശ്നം വയ്ക്കുന്നത്. അതായത് ഇറ്റ് വിൽ സർവൈവ് എന്നാണ്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹനം ഈ നില തുടരാന്ന് പറയുന്നത് ഓൾറെഡി സഹനത്തിൻ്റെതായ ഒരു നിലയാണ്. അത് തുടരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് ഈ ആയിരിക്കലിൻ്റെ മനുഷ്യനായിരിക്കുന്ന ആയിരിപ്പിൽ ഈ അതിനെ ബെയർ ചെയ്തുകൊണ്ട്, അതിനെ എൻഡ്യൂർ ചെയ്തുകൊണ്ട്, അതിലൂടെ തുടരുമ്പോൾ ആയിരിക്കുന്നുള്ള തുടർച്ചയിൽ നിൽക്കുന്ന സമയത്ത് അത് ഇനി തുടരാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ, തുടരാൻ കഴിയാത്തൊരു പ്രതിസന്ധി, ക്രൈസിസ് വരുന്ന സമയത്താണ് അതിജീവനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നത്. ഞാനത് ആദ്യത്തെ ലെക്ചറിൽ എന്തോ ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നു. എക്സാമ്പിളുകൾ പല രീതിയിലുണ്ടാകും. ഞാൻ സാമൂഹികമായ അതിജീവനത്തിൻ്റെയും ഓരോ സത്വങ്ങളുടെയും വ്യക്തിപരമായ അതിജീവനത്തിൻ്റെയും വ്യത്യസ്തമായ തലങ്ങളുണ്ട്, വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. ഈ ചെന്നൈയിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഈ സ്പാരോസ് ഉണ്ട്. അത് എന്ത് കിളിയാണെന്ന് മലയാളത്തിൽ എന്ത് പറയാമെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ അടക്കക്കിളി എന്നാണ് പറയുക. ചെറിയ കുഴിയാറ്റ കിളിയാണോ എന്നറിയില്ല. ഒരു ചെറിയ കിളിയുണ്ട്. അത് ഇങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് അതിൻ്റെ കണക്കുകൾ നോക്കിയപ്പം അത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അവംശ അറ്റുപോകുന്ന രീതിയിലുള്ള അതിന് ത്രെറ്റൻഡ് ആയിട്ടുണ്ട് അതിൻ്റെ ലൈഫ്. അതൊരു സ്പീഷീസിൻ്റെ മുഴുവൻ, ഒരു സമൂഹത്തിൻ്റെ കൂട്ടത്തിൻ്റെ മുഴുവനും എക്സ്റ്റൻഷനെ അത് നേരിടുകയാണ്. അപ്പോൾ അത് അതിജീവിച്ചു. ഇപ്പം ഞാൻ ബീച്ചിൽ നടക്കാൻ പോകുന്ന സമയത്തും മറ്റു രീതിയിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് കിളികൾ ഇങ്ങനെ പറ്റമായിട്ട് വരുന്ന കാണുന്നത്. അത് അവിടുത്തെ ഈ സൊസൈറ്റികളുടെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു സപ്പോർട്ടോടുകൂടി, പിന്തുണയോടുകൂടിയിട്ടാണ് അത് സർവൈവ് ചെയ്തത്, എക്സ്റ്റൻഷൻ. ഇങ്ങനെ പ്രകൃതിപരമായ നാശങ്ങൾ, നദികൾ വറ്റിപ്പോവുക, പിന്നെ മറ്റു തരത്തിലുള്ള സസ്യജാലങ്ങൾ, മൃഗങ്ങൾ ഒക്കെ ഇല്ലാണ്ട്. ഇപ്പം ഈ ടൈഗറിൻ്റെ പുലിയുടെ നല്ല എക്സാമ്പിളാണ്. പുലി ഇപ്പോൾ അത് സർവൈവ് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ എൻഡേഞ്ചേർഡ് ആവുന്ന അവസ്ഥ, ആ അവസ്ഥയിലാണ് സർവൈവൽ പ്രധാനമാകുന്നത്. അതുപോലെ തന്നെ മനുഷ്യരുടെ സാമൂഹികമായി നോക്കുമ്പോൾ പല വർഗങ്ങളുടെ, പല വിഭാഗങ്ങളുടെ സർവൈവൽ ത്രെറ്റൻഡാവുക. സർവൈവ് വെച്ചാൽ അവരുടെ എക്സിസ്റ്റൻസ് ത്രെറ്റൻഡാണ്, എൻഡേഞ്ചേർഡ് ആവും. ആ സമയത്ത് അതിൻ്റെ സർവൈവൽ ആവശ്യം. ഭാഷകൾ ഇല്ലാതാവും. മലയാള ഭാഷ ഭാവിയിൽ ചിലപ്പോൾ ഇല്ലാതാവാമെന്നുള്ള ത്രെറ്റ് ഉണ്ട്. കാരണം മലയാളം ഉപയോഗിക്കുന്ന ആളുകൾ പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിൽ അത് കുറഞ്ഞു വരും. അപ്പോൾ അത് അങ്ങനെ ഭാഷകൾ ത്രെറ്റ് എൻഡേഞ്ചേർഡ് ആവുക. സംസ്കാരങ്ങൾ, ചെറിയ സംസ്കാരങ്ങൾ എൻഡേഞ്ചേർഡ് ആവും. പിന്നെ അങ്ങനെ പലതും ഉണ്ട്. ഇപ്പം മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഭൗതികമായ ശേഷികൾ എൻഡേഞ്ചേർഡാണ് ഇന്നത്തെ കാലത്ത്, ത്രെറ്റൻഡാണ്. അത് കാരണം കമ്പ്യൂട്ടർ ഈസ് അബൌട്ട് ടു ടേക്ക് ഓവർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് അബൌട്ട് ടു ടേക്ക് ഓവർ ഹ്യൂമൻ ഇൻ്റലിജൻസ്.
അപ്പം അത് ത്രട്ടൻഡ് ആണ്. ഇങ്ങനെ അപ്പം അത് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഒരു കറ്റാസ്ട്രഫി അതിൻ്റെ എന്തെങ്കിലും ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ഇന്ന് അതിനെ മറികടക്കുന്നതാണ് നമ്മുടെ അതിജീവനം എന്ന് പറയുന്നത്. അപ്പം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ട്രോമയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ എല്ലാം നഷ്ടപ്പെടുന്ന വെച്ചാൽ സാമ്പത്തികമായിട്ടാവണമെന്നില്ല, സൈക്കോളജിക്കലായിട്ടാവാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവും, മറ്റു തരത്തിലുള്ള ഒക്കെ ട്രോമയിൽ കൂടി കടന്നുപോയി അല്ലെങ്കിൽ രോഗങ്ങളുടെ അതിൽ ആയിരിക്കുക. ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാവാം. അതിലൂടെ ആ ട്രോമയിൽ കൂടെ വ്യക്തികളായിട്ടുള്ള ആൾ, അത് ഞാൻ പറഞ്ഞ വെച്ചാൽ സത്വങ്ങളുടെ ആയിരിക്കലിൻ്റെ വളരെ അദ്വിതീയമായ ആ ഗ്രാഫ് അത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത് ത്രട്ടുണ്ടാവുന്ന സമയത്ത് അത് അതിജീവിച്ച് ചിലപ്പം അതിജീവിക്കപ്പെടാൻ ചിലപ്പോൾ അതിജീവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ അതിജീവിക്കില്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആണ്, പിന്നെ അതിജീവനം ഇല്ല. ഇപ്പോൾ ഡെത്തൊക്കെ അങ്ങനെ അതിജീവനം സാധ്യമായ ആയിട്ടില്ലാത്ത അവസ്ഥകളാണ് ഡെത്ത്. അങ്ങനെ ഡെത്തിൻ്റെ കാര്യത്തിൽ വേറെ ഒരു ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ പറഞ്ഞ ഇതിലുള്ളൊരു സഭയുണ്ട്. കാരണം അത് ആയിരിക്കലിൻ്റെ ഒരു രീതിയായിട്ട് ആയിരിക്കൽ ജനിക്കുകയും മരിക്കും ഇടയിലുള്ള ആ ഫ്ലോ ആണ് ആയിരിക്കലെങ്കിൽ മരണം ഒരു ഇടത്തെ അതിജീവിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഓരോരുത്തർക്കും ചില അപകടങ്ങൾ വരുമ്പം മാരകമായ രോഗങ്ങൾ വരുന്ന സമയത്ത് അതൊക്കെ അതിജീവിക്കുക എന്നുള്ള ആ നില തുടരാം, പഴയ നില തുടരാം. പഴയ നില എത്രത്തോളം അഭിലേഷണീയമാണെന്നുള്ള ധ്വനി അതിൽ വരുന്നില്ല. പഴയ നില തുടരാൻ സാധിക്കുന്ന രീതിയിൽ ആ അവസ്ഥയെ അതിജീവിക്കുന്നത്, പ്രതിസന്ധിയെ അതിജീവിക്കുന്നത് ഇതുപോലെ അതിജീവനത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഈ അതിജീവനത്തിൽ ഈ സാധനത്തെ പോലെയല്ല വേറെ അതിന് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൻ്റെ വ്യക്തിപരമായ ആവിഷ്കരണങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ വർഗങ്ങളുടെ കൂട്ടങ്ങളുടെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ആ അതിജീവനത്തിൻ്റെ സ്വഭാവം പലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സഹനത്തിന് ഈ തന്ത്രങ്ങൾ ഉള്ളതുപോലെ സഹനത്തിന് പല തന്ത്രങ്ങളിലൂടെ പല ഉപാധികളിലൂടെ ഉള്ളതുപോലെ അതിജീവനത്തിനും പല ഉപാധികൾ. ഉദാഹരണത്തിന് റെബല്യൻ, ഒരു പ്രൊട്ടസ്റ്റ്, റെവല്യൂഷൻ, ഇങ്ങനെ പല രീതിയിലും വരാം സമൂഹമായിട്ട്. അല്ലെങ്കിൽ ഇതിന് ഒന്നെന്ന് വെച്ചാൽ ഈ ത്രട്ടുണ്ടാവുന്നതെന്ന് വെച്ചാൽ ത്രട്ടുണ്ടാവുന്നുള്ള പിന്നെ സങ്കല്പന ആവാം, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ത്രെറ്റ് ഉണ്ടാവാം. പക്ഷെ എങ്കിലും ഈ അതിജീവനം എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അതൊരു ഇമാജിൻഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ, ഇമാജിൻഡ് ആയിട്ടുള്ളൊരു ഡേഞ്ചറാണെങ്കിലും അല്ലെങ്കിലും റിയലാണെങ്കിലും ഈ അതിജീവനം എന്നുള്ളത് ആ സത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിൻ്റെ നിലനിൽപ്പിനെ, അതിൻ്റെ ആയിരിക്കലിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാവാം. അതാണ് അതിൻ്റെ പ്രശ്നം. അത് ഇമാജിൻഡ് ആണോ ഉള്ളതിനേക്കാളും പ്രധാനമായിട്ട് ആയിരിക്കലിൽ അത്തരത്തിലുള്ള ഒരു ഭാവം കടന്നു വരിക. അതായിരിക്കും ഭാവം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാൽ നാഗാർജുനൻ്റെ സെൻസിൽ ഭാവം എന്നുള്ളത് കണ്ടിന്യൂവൻസ്, ഒരു ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്നുള്ളത് അതിൻ്റെ അതിൻ്റെ ഭാവമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് റിലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു ആസ്പെക്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ആസ്പെക്റ്റായിട്ട് ഈ അതിജീവനത്തിൻ്റെ പ്രശ്നവും കടന്നു വരും. അപ്പം അത് ഈ ഇന്നലെ പിന്നെ ആദ്യത്തെ ലെക്ചറിലും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇന്നലെ ഷിനോദ് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് അതിൻ്റെ പൊളിറ്റിക്കൽ
ആയിട്ടുള്ള ഒരു ഇത് കടന്നു വരാൻ അത് പഴുതു കൊടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാനത് വിശദീകരിച്ചു. ഞാൻ മുമ്പും പല ഘട്ടങ്ങളിലായിട്ട് അത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ആദ്യത്തെ ദിവസം നമ്മൾ സൂചിപ്പിച്ച് ഈ ഈ സാമൂഹികമായ, അതായത് ഈ സോഷ്യൽ പ്രോഗ്രാംഡ് സോഷ്യൽ ലൈഫ് എന്നുള്ളത്, അതായത് അതിൻ്റെ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സാംസാരികമായ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, സാംസാരികമായ ഒരു ഭാവാവസ്ഥ. സാംസാരികമായ ഭാവാവസ്ഥ എന്ന് വെച്ചാൽ പല സ്റ്റേറ്റുകളിലും ഇങ്ങനെ ഒഴുകുന്ന അവസ്ഥയാണ്, അലയുന്ന അവസ്ഥയാണ്, ഫ്ലോട്ടിങ്, റോമിങ് അറൗണ്ട് വേരിയസ്. അതിൽ നിശ്ചിതമായ, അത് പ്രത്യേക രീതിയിലുള്ള ആളുകളെ ജീവിതത്തിൻ്റെ കണികളും സഫറിങ്ങുകളൊക്കെ, അതിൻ്റെ ജോയും അതിൻ്റെ പ്ലഷേഴ്സും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഇതാണ് ഈ സാംസാരിക ജീവിതം, സെക്യുലർ വേൾഡ് ലൈഫ്. അപ്പോൾ അത് ആക്ച്വലി അങ്ങനെയുള്ള ഒരു അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ സോഷ്യൽ വേൾഡിൻ്റെ ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ദ വേ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ്, സിസ്റ്റം ഈസ് ഓർഗനൈസ്ഡ് എന്നുള്ളത് അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സാംസാരിക ജീവിതമുണ്ട്. അതായത് സംസ്കാരത്തിൻ്റെ പിൻബലത്തോടു കൂടിയിട്ട്, വ്യവഹാരങ്ങളുടെ പിൻബലത്തോടു കൂടി അത് പ്രൊജക്റ്റ് ചെയ്യുന്നൊരു സാംസാരിക ജീവിതമുണ്ട്. ഈ സാംസാരിക ജീവിതം ഈ സത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ വിഭാഗീയമായും ഇൻഡിവിജ്വലായി തന്നെ പലരെയും മറ്റു പലരെ അപേക്ഷിച്ച് പ്രിവിലേജ് ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞു. അനുകൂല്യ ഇതാണ് അതിൻ്റെ ഒപ്പോസിഷണൽ ആയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ അകത്തുള്ള ലോജിക്ക് തന്നെ, സാംസാരിക ജീവിതത്തിൻ്റെ അകത്തുള്ള ലോജിക്കിൽ തന്നെ തർക്കശാസ്ത്രത്തിൽ ഒപ്പോസിഷണൽ ആവാം. ഇത് സത്വപരമായി നോക്കി വെച്ചാൽ ഭാവാത്മകമായി അതിൻ്റെ ലോജിക്കൽ ആയിരിക്കലിൻ്റെ ഡയമെൻഷൻ വരുന്ന സമയത്ത് ഈ അവസ്ഥ ഒരു ഒരു ഓണ്ടോളജിക്കൽ ലാപ്സായി എന്ന് വേണമെങ്കിൽ ഞാനൊരു വാക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് മറ്റൊരു വാക്ക് ഞാൻ കിട്ടുന്നവരെ അത് ഓണ്ടോളജിക്കൽ ലാപ്സായിട്ട് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ ഞാൻ പറഞ്ഞ വ്യക്തികൾ, ഐഡൻറ്റിറ്റികളൊക്കെ തന്നെ അടങ്ങുന്ന ഒരു ഒരു ഫാൻറ്റം വേൾഡിൻ്റെ അകത്താണ് ഈ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ജീവന് ഇപ്പോൾ ഈ ഒപ്പോസിഷണലായിട്ടുള്ള ഒരു ഇത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പ്രിവിലേജ്ഡും അണ്ടർ പ്രിവിലേജ്ഡും നോൺ പ്രിവിലേജ്ഡും ആയിട്ടുള്ള പലതരത്തിലുള്ള വർഗീയമായും ഇൻഡിവിജ്വലായിട്ടും പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയും പ്രത്യേക രീതിയിൽ ഐഡൻറ്റിഫൈ മാർക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ സത്വങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ ഐഡൻറ്റിറ്റികളൊക്കെ സ്വീകരിക്കുന്നതിലൂടെ ഈ സാംസാരിക ലോകത്തിൻ്റെ മാധ്യമങ്ങളിലൂടെ ആയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ പല അവസ്ഥകളും വരുന്നുണ്ട്. ഇതിൽ ഈ ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആണെന്നല്ല, ഈ പ്രിവിലേജ് നഷ്ടപ്പെടുന്ന അവസ്ഥയുടെയും ഒരു ഒപ്പോസിഷണൽ ലോജിക്ക്, ഒരു റെസിസ്റ്റൻസിൻ്റെയും പ്രൊട്ടസ്റ്റിൻ്റെയും പിന്നെ രാഷ്ട്രീയമായ വിഭാഗീയതയുടെയും ഒരു കോണ്ടെക്സ്റ്റാണ്. അവിടെ ത്രെറ്റൻഡ് ആവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് പ്രിവിലേജിലില്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം
മറ്റവരെ അപേക്ഷിച്ച് അവരുടെ നില തുടരാൻ. ഈ നില എന്ന് പറഞ്ഞത് വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള നിലയായിരിക്കുന്നില്ല, സർവൈവലിൻ്റെതാണ്. അതായത് അതിജീവനം അവിടെ പറയുന്നത് വെച്ചാൽ ഉള്ളത് തുരുമ്പ് ആ നഷ്ടപ്പെടാതിരിക്കുകയാണ്. അത് ഉള്ള ആ ചെറിയ ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കുകയാണ്. അതുകൊണ്ട് അത് അവിടെയാണ് ഞാൻ പറഞ്ഞ അതിജീവനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെ സംബന്ധിച്ചോളം, ഈ അണ്ടർ പ്രിവിലേജ്ഡ് നോൺ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചു അത് ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനെ ഞാൻ ഇത്രയും ഈ 2-3 ദിവസങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇതിനെങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് റെഡിമെയ്ഡ് ഉത്തരമില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ പൊളിറ്റിക്സ് എങ്ങനെയുള്ളതായിരിക്കണം, എങ്ങനെ ആയിരിക്കുന്നത്, റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കുന്നത്. അപ്പം അതിജീവനം എന്ന് പറയുന്നത് ഞാൻ പോയിന്റ് എന്ന് വെച്ചാൽ അതിജീവനം അവിടെ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ, അതായത് തങ്ങളുടെ നില തുടരാൻ പ്രയാസമായിരിക്കുന്ന അവസ്ഥയിലൂടെ അതിജീവനം എന്നുള്ള ആ മൊമെൻ്റ് അവിടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ആ മൊമെൻറ്റിൻ്റെ ആ ഒരു ആസ്പെക്റ്റ് മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അവരുടെ ആ ഇരിക്കലിൽ കടന്നു വരുന്നു. അപ്പോൾ അത് എങ്ങനെ അതിജീവിക്കാമെന്നുള്ള ചോദ്യങ്ങളും എല്ലാം അതിൽ വരുന്നുണ്ട്. ഈ മാർക്സിൻ്റെ ഈ ദീർഘകാലമായ മാർക്സിൻ്റെ പ്രവർത്തനങ്ങൾ, തൊഴിലാളി യൂണിയനുകളുടെ ജസ്റ്റിസ് പാർട്ടി, പിന്നെ പാർട്ടി പ്രവർത്തനം നടത്തുക, തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാനുള്ള ശ്രമം, അതിനുവേണ്ടി രാഷ്ട്രീയമായി അതായത് യൂണിയൻ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതൊക്കെ തന്നെ ഒരു മാർക്സ് ദർശിച്ച ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു വർഗത്തിൻ്റെ ഒരു ക്രൈസിസ്, അത് എങ്ങനെ ഈ ക്യാപിറ്റലിസ്റ്റ് ഈ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അതിജീവിക്കപ്പെടാം എന്നുള്ളതും ആയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതെല്ലാം മാർക്സിൻ്റെ ഒരു സ്കീമെങ്കിലും അത് ആ ശ്രമങ്ങൾ ആ രീതിയിൽ തൊഴിലാളികൾക്ക് തന്നെ പല ഇപ്പം ജൂയിഷ് പോപ്പുലേഷൻ്റെ സർവൈവൽ, അത് ഇതിനെ വളരെ പലതരത്തിലുള്ള വിരുദ്ധമായ പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻ, പരസ്പര വിരുദ്ധമായ പല ഇംപ്ലിക്കേഷനുള്ള ഒന്നാണ് ഈ അതായത് ഹോളോകോസ്റ്റ്. ഈ യൂത വിഭാഗം എന്ന് വെച്ചാൽ ചരിത്രത്തിന് തുടക്കം മുതൽ തന്നെ ഒരു രാജ്യമില്ലാത്ത ജനതയായിട്ട് ഇങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു, സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു ജനത. നേഷണൽക്കൊരു കൂട്ടം അത് പിടിച്ച്, അതായത് അവർ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളെയും, രാജ്യമില്ലാത്ത അവസ്ഥ, അട്ടിയോടിക്കപ്പെടുന്ന അവസ്ഥ, അതിലൂടെ തരണം ചെയ്ത് അതിനെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് സെറ്റിൽ ചെയ്ത് ഉള്ള ജനതയായിരുന്നു ഈ ജൂത. അത് അവരുടെ ആ ഒരു ഇതന്നെ അവരെ ഭയങ്കര എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ആളുകളാക്കി മാറ്റുകയും they become very powerful economically, financially. ഇൻഡെക്സിലെ കോൺട്രിബ്യൂഷൻ ഭയങ്കര. അത് അവർ ജീവിച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ പിന്നെ അവരുടെ രീതി സർവൈവലിന് വേണ്ടിയിട്ട് അവർ ഈ അതിജീവനം വേണ്ടി അവരവരുടെ റിസോഴ്സസ് മുഴുവനും, ഉദാഹരണത്തിന് ഇവൻ they can become very crooked also, very greedy and very smart. അങ്ങനെ അതുകൊണ്ട് they will become very prominent people in various societies. അപ്പോൾ അവർ ഒരു ജർമ്മനിയിൽ അന്നത്തെ ഓസ്ട്രിയയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാർ ജൂതന്മാരായിരുന്നു. അപ്പോൾ ഇത് മറ്റ് വിഭാഗങ്ങളുടെ ഇടയിൽ
ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ പ്രശ്നം ഞാനത് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായിട്ടുള്ളതെന്ന് ഞാൻ പറയാൻ കാരണം അത് മറ്റ് വിഭാഗങ്ങൾ പിന്നെ ജർമ്മനിയിലെ ഏഹ്, മറ്റ് ജനവിഭാഗങ്ങൾ ഇടയിൽ ഇതൊരു ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു ഇത് കൊണ്ടുവന്നു. അതായത് അവരെ സർവൈവലിൻ്റെ പ്രശ്നം അല്ല അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ത്രെറ്റൻഡായി അവർ. അങ്ങനെ അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ലെവലിലും ഒരു വർഗീയമായ ലെവലിലും ജൂതന്മാർക്കെതിരായിട്ടുള്ള ഒരു ആൻറ്റിസെമെറ്റിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ പറ്റിയത്. ഞാൻ പറയുക ഇത് അൾട്ടിമേറ്റ്ലി ഹോളോകോസ്റ്റിലേക്ക് നയിച്ചു, ജൂതന്മാരുടെ വിനാശത്തിൻ്റെ ഒരു സംഭവം. ഇതാണ് അവിടെ ഇതിനെ ഒരു അതിജീവനത്തിൻ്റെ പ്രശ്നമായിട്ട് അതൊരു തരം കൊളാപ്സ് ചെയ്യുന്ന പോലെ, ഒരു സിസ്റ്റം കൊളാപ്സ് ചെയ്യുന്ന, അതായത് ജൂത വർഗം തന്നെ അവിടെ എന്താ പറയുക നശിച്ചു പോകാനിടയെന്നുള്ള. പക്ഷെ അവിടെ എന്ത് വെച്ചാൽ അവരുടെ സർവൈവലായിട്ടുള്ള അതിജീവനത്തിനുള്ള അവരുടെ ശ്രമങ്ങളൊന്നും തന്നെ വിജയിച്ചില്ല. അതാണ് അതിൽ ദേ ആർ ഓൾമോസ്റ്റ് അബൌട്ട് എക്സ്റ്റിങ്ക്റ്റ്. പക്ഷെ അത് മറ്റു പല കാരണങ്ങളെല്ലാം അതിൻ്റെ അതിജീവനം മറ്റു പല സോഴ്സുകളിൽ നിന്നാണ് വന്നത്. ഞാൻ പറയുക ഇങ്ങനെ അതിജീവനത്തിൻ്റെ ഓരോ ചരിത്രത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല അതിജീവനം എന്നുള്ളത് പല രീതിയിലെ പല തരത്തിലുള്ള ഈ എക്സ്പ്രഷനാണ് അത് ഉണ്ടാക്കുന്നത്. വ്യക്തിപരമായ ഇതിലും വ്യക്തിപരമായ സ്വത്വങ്ങളുടെ ഇൻഡിവിജ്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വത്വങ്ങളുടെ ഈ ആയിരിക്കല്, ഇതുപോലെ അതിജീവനത്തിൻ്റെ മുഹൂർത്തങ്ങൾ ഓരോ മറ്റു പലരിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ ഇത് ഈ ഒരു കോൺട്രാസ്റ്റ് ഞാൻ ഇന്നലെ പിന്നെ വേറെ ഈ 3 ദിവസങ്ങളിലെപ്പോഴേ പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ ഈ അവിടെ അതിജീവനത്തിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് നോക്കാൻ സഹായിക്കുന്ന ഒരു എന്താ വെച്ചാൽ ഒരു സോഷ്യൽ വേൾഡിൻ്റെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഓർഗനൈസേഷൻ, പവർ concentrated more and more into one point. അത് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത, അത് സോഷ്യൽ ഓർഗനൈസേഷൻ്റെ അതിൻ്റെ ഒരു മുറുക്കം ആണ്. അത് മുറുക്കം എന്ന് വെച്ചാൽ മോർ ആൻഡ് മോർ ഇറ്റ് ബിക്കം സെൻട്രലൈസ്ഡ് എന്നുള്ള മനസ്സിലാക്കുക. ഇവിടെ സൂക്ഷിച്ച് പരിഗണിച്ച് കഴിഞ്ഞാൽ ഇവർ വെദർ ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഓർ നോൺ ഡെമോക്രാറ്റിക് അത് ഞാൻ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ ഈ സത്വങ്ങളുടെ ആ ഡിഫറൻഷിയേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സത്വങ്ങളുടെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവിഷ്കാരങ്ങൾ, സ്വച്ഛന്തത എല്ലാം തന്നെ ത്രെറ്റൻഡാവും. ഞാൻ പറഞ്ഞാൽ അവിടെ ഈ സത്വങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വേറ്റഡ് സത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നവ അവയെല്ലാം തന്നെ ത്രെറ്റൻഡാണ്. ഇത് ഒരു കാതലായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു ഈ മോഡേൺ പീരീഡിൽ. അതൊരു വെദർ ദേ വിൽ സർവൈവ് എന്നുള്ളത്. അപ്പോൾ ആ സർവൈവൽ ഒരു കണക്കിന് ഈ പിന്നെ കാണ്ടു തുടങ്ങിയിട്ടുള്ള ഫിലോസഫേഴ്സിൻ്റെയും മറ്റ് അതിന് തുടർന്ന് വന്നിട്ടുള്ള പല ചിന്തകന്മാരുടെയും പ്രസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ ഒരു പ്രധാന പ്രോജക്റ്റായിട്ടുള്ള എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു എൻഡ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്
ആയിട്ട് അതിനെ വേണമെങ്കിൽ കണക്കാക്കാം. വേറെ ദ ഫ്രീഡം ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ത്രെറ്റൻ. ഇവിടെ ഈ ഫ്രീഡം ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നുള്ള ഞാനൊരു മോഡേൺ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞതാണ്. അതിൽ ഞാൻ സ്വത്വത്തിൻ്റെ സ്വച്ഛന്തത, അതിൻ്റെ സ്വച്ഛന്തമായ ആയിരിക്കലിൻ്റെ മേലുള്ള ത്രെറ്റാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ത്രെറ്റൻഡ് ബൈ വേ ഓഫ് സോഷ്യൽ പ്രോഗ്രാമിംഗ്. അത് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഈ സോഷ്യൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഓർഗനൈസേഷൻ്റെ വളരെ കർക്കശമായിട്ടുള്ള പുരുഷമായ ഈ കേന്ദ്രീകരണം ഈ വ്യക്തികളുടെ ഈ സ്വത്വങ്ങളുടെ ആയിരിക്കലിനെ ഒരു ഒരു ഏലിനേറ്റ് ചെയ്യുന്ന, അതിന് ആ ആയിരിക്കലിനെ അതിൻ്റെ സ്വച്ഛമായ അതിൻ്റെ ആവിഷ്കാരങ്ങൾ എന്നുള്ള ആ മോഡിൽ നിന്ന് അതിനെ എലിനേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീക്കുന്നത്. അത് ആ ത്രെറ്റനിങ് ഈ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് ടെക്നോളജി തരത്തിലൂടെ അത് തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഈ ജനറ്റിക് എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് ഈയിടെ ചില സാധനങ്ങൾ നോക്കിയ സമയത്ത് ജനറ്റിക് എഡിറ്റിംഗ് എന്നുള്ളത് എന്താണ് ഒരു ബീയിങ് എന്നുള്ളത് തന്നെ ഡിറ്റർമിൻ ചെയ്യാൻ പ്രാപ്തമാണ്. വാട്ട് എ ബീയിങ് ഷുഡ് ബി, ഒരു ലിവിങ് ഹ്യൂമൻ ബീയിങ് കുഡ് ബി എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. എനിത്തിങ് ദാറ്റ് സ്റ്റേറ്റ് or the technology or science or technology means the corporations, anything they don't want there to be in a human being can be deleted or stopped to function. അത് എഡിറ്റ് ചെയ്യാവുന്ന, അങ്ങനെ എഡിറ്റ് ചെയ്ത് വരികയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോബ്ലം ഓഫ് ദ ആയിരിക്കും ബീയിങ്ങിൻ്റെ എന്തായിരിക്കും? It is almost like a robo. You produce a robo, a bio robo. ഇത് ഞാൻ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു തരത്തിൽ കാര്യങ്ങളെ ഒരു വിചിത്രമായ ഒരു സ്ഥിതിവിശേഷത്തിൽ കൊണ്ടെത്തിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇൻ്റലിജൻസിൻ്റെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ത്രെറ്റൻസ് അവർ ഇൻ്റലിജൻസ്. ഈ രീതിയിൽ ഞാൻ പറയാം, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആയിരിക്കൽ ഇങ്ങനെ ത്രെറ്റൻഡ് ആയിട്ടുള്ള ആയിരിക്കൽ സത്വങ്ങളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഈ ബോഡിയിൽ ഇൻഡിവിജ്വേറ്റബിൾ എന്നാണ്, ഇൻഡിവിജ്വലൈസബിൾ അല്ല, ഇൻഡിവിജ്വേറ്റബിൾ ആയിട്ടുള്ള ഈ സത്വങ്ങളുടെ, അതായത് ബോഡിലി ഒബ്ജക്റ്റിഫയബിൾ ആയിട്ടുള്ള ആ സത്വങ്ങളുടെ ബോഡി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സത്വങ്ങളുടെ സർവൈവൽ, സത്വങ്ങളുടെ അസത്വങ്ങളായി നിൽക്കാനുള്ള അതിൻ്റെ സർവൈവൽ പ്രറ്റൻഡ് ആവുകയാണെങ്കിൽ അതിനെ അതിജീവിക്കുക എന്നുള്ളതും ഒരു പ്രശ്നമാണ്. എന്താണ് അതിജീവനം എന്നുള്ളത് ഒരു വ്യക്തരൂപത്തിൽ അത് മുന്നിലേക്ക് കൊണ്ടുവരും ഈ അവസ്ഥ. ഇതൊക്കെ ചിലതൊക്കെ ഇമാജിൻഡ് ത്രെറ്റാണ് സർവൈവലിനെ സംബന്ധിച്ച്. പക്ഷേ ഇമാജിൻ ത്രെറ്റ് ഞാൻ പറയുന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ഇമാജിൻ ത്രെറ്റ് ഓൾറെഡി ആയിരിക്കലിൻ്റെ മേലെയുള്ള ഒരു അത് ഇമാജിൻഡ് ആയാണ് അതിനെ അങ്ങനത്തെ ഒരു ഇമാജിനേഷനിലേക്ക് അതിന് കൊണ്ട്, അത് വെറും മെൻ്റൽ ഡിസോർഡറിൽ കൂടി ഉണ്ടായിട്ടുള്ളതൊന്നുമല്ല, പെർസെപ്ഷൻ ഡിസോർഡറിലല്ല, അതൊരു പ്രോബബിലിറ്റി അടിസ്ഥാനത്തിലാണ് ആ ത്രെറ്റിൻ്റെ. അങ്ങനെ ഇപ്പോൾ സയൻറ്റിസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഒരു അസ്ട്രോയിഡ്, വളരെ ഭീമമായ അസ്ട്രോയിഡ് ഭൂമിയിൽ പതിക്കാനിടയുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയും, അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഡിസാസ്റ്റർ, കംപ്ലീറ്റ് ഡിസാസ്റ്റർ മനുഷ്യൻ്റെ ജീവിതത്തിന്, ജീവജാലങ്ങളെയും പ്രകൃതിയും ഭൂമിയുടെ ഒക്കെ സുസ്ഥിതിയെ അപകടത്തിലാക്കും എന്നൊക്കെ പറയുന്നത്
പോലൊന്നാണ്. പക്ഷേ അത് വെറും ഫിക്ഷൻ അല്ല, അത് ഇറ്റ് ഇസ് എ പ്രോബബിൾ തിങ് ആൻഡ് മേ ബി ഇൻ സം കേസസ് ഹൈലി പ്രോബബിൾ. അപ്പം ഓസോൺ ലെയർ പിന്നെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് വിടവ് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ കാലം മുമ്പ് ഞാൻ ചെറുപ്പത്തിലേക്ക് കേൾക്കാൻ തുടങ്ങിയ സമയം. പക്ഷെ അത് പിന്നീട് കുറേ കാലം കഴിഞ്ഞ സമയത്ത് ഈ ലോകത്തിലെ പല ഏരിയകളിലും സ്കിൻ ക്യാൻസർ വളരെ വ്യാപകമായി, ഇപ്പോൾ ആസ്ട്രേലിയൻ ആ മേഖലയിലും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഓസോൺ ലെയറിൻ്റെ ഈ ഇപ്പോൾ ഈ വിള്ളലുകളുടെ ഫലമായിട്ടുണ്ടായതാണെന്നുള്ളത് ഏതാണ്ട് റിസേർച്ച് മുഖേന കണ്ടെത്തി. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രകൃതി ഈ ഫ്ലഡിൻ്റെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മണ്ണുകളുടെ പല ഹൈ റേഞ്ചുകളിലൊക്കെ തന്നെ മരങ്ങൾ വെട്ടി മണ്ണിന് ഹോൾഡ് ചെയ്യാനുള്ള ശക്തി ആ വേരുകളിലൊക്കെ നശിച്ചു. അങ്ങനെ അത് അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് ഇടിഞ്ഞു വീഴുക, ആളുകൾ ഇരിക്കുക, ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ഇത് അമേരിക്കയിലൊക്കെ തന്നെ അത് വലിയ ജിയോളജി സർവേ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഈ രീതിയിൽ ത്രെറ്റൻഡ് ആവുക എന്നുള്ള ഈ രീതിയിൽ പ്രോബിലിറ്റി ഓഫ്, അതായത് സർവൈവൽ ഒരു ക്വസ്റ്റ്യൻ ആവാൻ, തങ്ങളുടെ സർവൈവൽ ക്വസ്റ്റ്യൻ ഒരു അപകടത്തിലാണെന്നുള്ളത് ആ തോന്നൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആളുകൾക്ക് തോന്നുന്നത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ദാറ്റ് ഡെഫിനറ്റ്ലി, അതായത് ആക്ച്വലി പ്രാക്ടിക്കലി അത് ഉണ്ടാവണം എന്ന് കൂടി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ത്രെറ്റുണ്ട്, അത് വെറും, ഞാൻ നേരത്തെ പറഞ്ഞ അത് വെറും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മാത്രമല്ല, ഒരു മെൻ്റൽ ഡിസോർഡറിൻ്റെ പ്രശ്നമല്ല, അത് എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കും. ഈ മെൻ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ആദ്യത്തെ ദിവസത്തിലെ ലെക്ചറിൽ പറഞ്ഞത്, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പല ഇതിലും പറഞ്ഞിട്ടുള്ളത്, ഈ മെൻ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ മൈൻഡിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള എക്സ്പ്രഷൻ തന്നെ ഈ തരത്തിലുള്ള സത്വത്തിൻ്റെ പ്രത്യേക എൻടാങ്കിൾമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള കൂടി ഈ പറയുന്ന പോലെ സംസാരത്തിൻ്റെ ഈ സാമൂഹികമായ പ്രഷറിൻ്റെ കൂടി അതിനെ വിഷയിക്ക്, അതായത് ഈ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഇമാജിനറി ആയിട്ടുള്ള വേൾഡ് ആണെങ്കിലും അത് ശരീരത്തിനെ ബാധിക്കുന്ന, അതിന് ന്യൂറോണലായിട്ടുള്ള പാസേജുകളിൽ കൂടിയിട്ട് ഒരു അൺകോൺഷ്യസിനെ ഉണ്ടാക്കി അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ ഒരു ഓർഡർ, അതിൻ്റെ ഒരു ആയിരിക്കലിൻ്റെ ഒരു സ്വസ്ഥത പിന്നെ തകർക്കപ്പെടുന്നതിലൂടെയാണ് പല അതുകൊണ്ട് അത് ബേസിക്കലി എന്തെങ്കിലും തകരാറാകുന്നത് പോലും സത്വത്തിൻ്റെ ഒരു, അതായത് ഓണ്ടോളജിക്കലി ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൻ്റെ ഒരു ചിഹ്നങ്ങളായിട്ടുണ്ട്, സൈനുകളാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഏത് രീതിയിലും നമ്മൾ ഒരു നോക്കിക്കഴിഞ്ഞാലും സാമൂഹികമായ അൺട്രസ്റ്റാണ്, ഈ വ്യക്തിപരമായ രീതിയിലുള്ള ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണെങ്കിലും ഈ കലാപങ്ങളാണെങ്കിലൊക്കെ തന്നെ ഈ പല രീതിയിലും എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഐക്യലിൻ്റെ ഒരു അപ്പോൾ സോഷ്യൽ, ഇപ്പം സാമൂഹികമായിട്ടുള്ള ഇതാണെങ്കിലും സോഷ്യൽ റിലേഷൻ്റെ അകത്ത് ഒരു പ്രത്യേക രീതിയിൽ ഹിസ്റ്റോറിക്കലി എന്ന് പറയാവുന്ന രീതിയിൽ ആനുകൂല്യം നഷ്ടപ്പെട്ട വിഭാഗങ്ങളുടെ ആ സത്വങ്ങൾക്ക് ഒരു പ്രത്യേക ഐകരൂപ്യം അതിൻ്റെ ആയിരിക്കലിൽ ഉണ്ടാകുന്നതിലൂടെയാണ് വർഗങ്ങളും ഈ വിഭാഗങ്ങളും ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ
അങ്ങനത്തെ നിലയിലേക്ക് നയിക്കുന്നത് ഞാൻ പറഞ്ഞ ഈ ആയിരിക്കലിൻ്റെ ഒരു ഇതാണ്. അതായത് ഓണ്ടോളജിക്കൽ എന്ന് പറയാണ് എന്ന ഒരു സ്റ്റേറ്റ്, ഒരു എക്സ്പ്രഷനാണ് അതിൻ്റെ. എന്ന് വെച്ചാൽ അതിനെ സൈനായിട്ടാണ് ഇപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സയൻസ് ഒരു ബീയിങ് അവിടെ ഒരു കുടുക്കിലാണെന്നുള്ള, ബീയിങ് ഒരു പ്രശ്നത്തിലാണെന്നുള്ള അതിൻ്റെ സൈനുകളായിട്ടാണ് അങ്ങനെ. ആദ്യമുള്ള സൈനുകൾ ഇങ്ങനെ റീഡ് ചെയ്യപ്പെടാം. അപ്പോൾ ആർട്ട് ക്യാപ്ചർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആർട്ട് വർക്കുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സൈനുകൾ വായിക്കുന്നതിൽ മാത്രമല്ല, ഈ അരിക്കൽ ഒരു സത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അഗാധമായ വൈകാരിക ലോകത്തിലേക്ക്, അതിൻ്റെ മീനിങ്ങിൻ്റെ ലോകത്തിലേക്ക് കൂപ്പുകുത്തി പുറത്തേക്ക് അതിൻ്റെ ഒരു അവസ്ഥയെ പുറത്തേക്ക് എടുത്ത് ആവിഷ്കരിക്കാനും കലകൾക്ക് കഴിയുന്നു. അപ്പം ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞ ഇതെല്ലാം തന്നെ ചൂണ്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അതിജീവനത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് പല ചിഹ്നങ്ങളിലൂടെ പുറത്തേക്ക് വരാമെന്നാണ്. അത് അതിൻ്റെ പ്രോബിലിറ്റി തിരിച്ചറിയുക കഴിയുകയൊക്കെ ഇതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പോൾ ഈ അടിമ അവസ്ഥ എന്നുള്ളത് അവിടെ എന്താ പറയുക, അവിടെ അതിജീവനം സ്പീഷീസ് എന്നുള്ള ഒരു വർഗം എന്നുള്ളവർക്ക് അതിജീവനം ആയിരിക്കില്ല അവിടെ വന്നിട്ടുണ്ടാവുക. അത് സഹനത്തിൻ്റെ ഒരു രീതിയായിട്ടാണ്. സഹനത്തിൻ്റെ വെച്ചാൽ അവിടുത്തെ അതിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർവൈവലിൽ അല്ല, അതിൻ്റെ ഞാൻ പറഞ്ഞ സഹനത്തിന് ഞാൻ പറയുക വെച്ചാൽ വെറും അതിജീവനത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പം അതിജീവനത്തിൻ്റെ പൊളിറ്റിക്സ് മാത്രമല്ല ഉണ്ടാകാവുന്നത്. ഈ സഹനത്തിൻ്റെ അകത്ത് നിന്നും ഒരു പിന്നെ ഈ സഹനത്തിൻ്റെ അസഹനീയതയും അല്ല, സഹനത്തിൻ്റെ എന്താ പറയുക, ഒരു സബ്ലിമേറ്റ് ചെയ്യപ്പെടാനും കൂടി വഴിയില്ലാത്തൊരവസ്ഥയിൽ ഒരു സബ്ലിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ അല്ല അതിൻ്റെ ശരിക്കുള്ള ടേം. ഞാൻ പറഞ്ഞാൽ സാംസ്കാരികമായ എക്സ്പ്രഷൻസ് ഇല്ലാത്ത, സാംസ്കാരികമായ എസ്കേപ്പുകളില്ലാത്ത അവസ്ഥയിൽ അവിടെ ഇപ്പം പിന്നെ ഈ സ്ലേവറിയിലെ പോലുള്ള സിറ്റുവേഷനിൽ ഒരു പിന്നെ രാഷ്ട്രീയം അവിടെ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു പൊസിഷൻ അവിടെ കിടക്കുന്നുണ്ട്, പക്ഷേ പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് അത് ഇൻ പ്രിൻസിപ്പിൾ അതൊരു പൊളിറ്റിക്കലി ഒരു ഒപ്പോസിഷണൽ ആയിട്ടുള്ള ഒരു മുഹൂർത്തമാണെങ്കിലും അതൊരു അതേപോലെ അത് അതിജീവിക്കാന്നല്ല, അത് മറികടക്കാൻ ആ സാധനത്തിൻ്റെ ഇനെസ്കേപ്പബിൾ ആയിട്ടുള്ള സാധനത്തെ മറികടക്കാനുള്ള സാധ്യതയല്ല, അതിൻ്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ടെങ്കിലും അത് തുറന്നു പോവുക എന്നുള്ളത് നടക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അതൊരു സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നടക്കുന്നുണ്ട്. അതായത് അടിമ അത് സ്വീകരിക്കുകയാണ്, ഒടുമയും അടിമയും ഉള്ള റിലേഷൻ അതൊരു സ്വീകരണ ആണ്. അപ്പോൾ ആ രീതിയിൽ അത് സഹനം തന്നെയാണ്. അത് ഞാൻ വെച്ചാൽ ഇവിടെ അതിജീവനത്തിൻ്റെ പ്രശ്നം കാണിച്ചിട്ട് പറയുകയാണ്. അതൊരു ഇപ്പം സ്പാർട്ടക്കസ് പോലത്തെ ഗ്രീക്ക് ഹിസ്റ്ററിയിൽ ഈ അടിമകൾ പിന്നെ ഒരു ലിബറേഷന് വേണ്ടി പൊരുതി എന്ന് പറയുന്ന മൊമെൻ്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ടാണ് ഞാൻ അതിന് അടുക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഈ അടിമ സ്ഥിതിയെല്ലാം തന്നെ ലോകത്തിലെ അടിമ സമ്പ്രദായത്തിലുള്ള
രീതികളെല്ലാം തന്നെ ഇതിനെ സഹിച്ചു പോകാൻ ഇടയാക്കുന്ന ഒരു സാധനം. അതിന് ആളുകൾ അതിനെ സഹിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് വെച്ചാൽ ആ സിസ്റ്റത്തിനെ, ആ റിലേഷൻഷിപ്പിനെ സ്വീകരിക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ അതിജീവനത്തിൻ്റെ പ്രശ്നം തിരിച്ചറിയപ്പെടാത്ത രീതിയിലുള്ള ഒരു സിംബയോസിസ് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ അത് പറഞ്ഞു വെച്ചാൽ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിന് തുല്യമായിട്ട് ഒന്നാണ് മനുഷ്യരുടെ തത്വത്തിൻ്റെ ഈ സഹനത്തിൻ്റെ ഒരു സഹനത്തിൻ്റെ ഒരു പിന്നെ ഒഴുക്ക്. അങ്ങനെയാണ് ആ സഹനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു പ്രൊട്ടസ്റ്റിൻ്റെയും അതിജീവനത്തിൻ്റെയും സാധ്യതകളുണ്ട്. സാധ്യത എന്ന് വെച്ചാൽ ആവശ്യകത ഉണ്ടാകും, അത് മറികടക്കേണ്ടതുണ്ടാകും. പക്ഷെ ആളുകൾ മറികടക്കാതെ അതിനെ സഹിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സഹനത്തിൻ്റെ അകത്തും ഒരു അതിജീവനത്തിൻ്റെ സാധ്യത, ഈ സഹനത്തിൻ്റെ ആ ഫ്ലോയെ, ആയിരിക്കലിൻ്റെ ഈ പിന്നെ തുടർച്ചയെ ഈ സഹനത്തിലൂടെയുള്ള ആയിരിക്കൽ, സംസാരത്തിൽ പിന്നെ മുങ്ങിയിട്ടുള്ള സംസാരത്തിൻ്റെ ലോജിക്കിലൂടെ ഈ ആയിരിക്കൽ തുടരുന്നത്, അതിൻ്റെ ഒരു ഒഴുക്ക് ഭഞ്ചിക്കാൻ, അതിനെ മറികടക്കാൻ ഉള്ളൊരു അതിൽ ഈ സത്വത്തിൻ്റെ സ്വച്ഛന്തമായ ആവിഷ്കരണത്തിൻ്റെ ഒരു അതിജീവനത്തിന് വേണ്ടി ഉള്ളൊരു പൊളിറ്റിക്സ് അവിടെ അന്തർലീനമാണ്. പക്ഷെ അത് തിരിച്ചറിയുക എന്നുള്ളത് ഞാൻ മുമ്പ് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ തിരിച്ചറിയുക എന്നുള്ളത് എന്ത് തരത്തിലുള്ള പൊളിറ്റിക്സ് ആയിരിക്കുന്നു, ആ പൊളിറ്റിക്സിൻ്റെ സ്വഭാവം എന്തായിരിക്കുന്നു. അത് അവിടെ ഇന്നലെ രണ്ട് കാര്യങ്ങൾ, അപ്പം ഞാനത് പറഞ്ഞിട്ട് നിർത്താം, അത് വിശദീകരിക്കുന്നില്ല. ഒന്നെന്ന് വെച്ചാൽ ഈ ടു സ്റ്റോപ്പ് ഇൻഡൾജിങ് ഇൻ ദ ഇമാജിനറി realm that the human civilization has created. Second is to look at, to see, consider these entanglement with compassion. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കഴിഞ്ഞ പല ലെക്ചറുകളായിട്ട് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം ഇതിലുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ തൽക്കാലം ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ നിർത്താണ്. ചർച്ച തുടരുക. മാഷേ, ഞാൻ ഇന്നലെ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങട്ടെ, ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഈ എൻറ്റാങ്കിൾമെന്റ് എന്ന് വിട്ടിട്ട് നമ്മളതിനെ തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യർ തിരിച്ചറിയുകയും പിന്നെ അതിനെ അവിടെ ഒരു സർവൈവൽ അതിജീവനം എന്നുള്ള ഒരു കാര്യം സാധ്യമാവുകയും അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു തരത്തിൽ നമ്മൾ ഈ ഒരു സാധ്യത പിന്നുള്ളത് ഈ തിരിച്ചറിവിലൂടെയും ഒരു ഓൾ പെർവൈഡിങ് എന്താ അതിൻ്റെ വാക്ക് എന്ന് കൃത്യമായിട്ട് പറയണില്ല, അല്ലെങ്കിൽ ടു ഈച്ച് ആൻഡ് എവരി വൺ, അല്ലെങ്കിൽ ടു ഓൾ അതേഴ്സ്, അങ്ങനെ ഒരു കമ്പാഷൻ ടു എവറിത്തിങ്, അങ്ങനത്തെ ഒരു കമ്പാഷനിലൂടെയും പോവുക എന്നുള്ളതാണ് അപ്പോൾ മാഷ് പറഞ്ഞതിൽ നിന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സാധ്യതയാണ് ഉള്ളത്. അപ്പം അത് ഈ എക്സ്റ്റസി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയുടെ ഭാഷയിൽ പറഞ്ഞ പിന്നെ പരമാനന്ദ അല്ലെങ്കിൽ സച്ചിദാനന്ദ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബ്ലേസ് എന്നൊക്കെ പറയണ ആ സ്റ്റേറ്റിൽ അങ്ങനെ പോവുക. അപ്പോൾ അതായത് ഒന്നിലും അഫക്റ്റഡ് ആവത്തില്ല. എനിക്ക് പിന്നെ ഞാനത് അങ്ങനെ ചോദിക്കുന്നില്ല, അത് എക്സാക്ട്ലി ഒരു കമ്പാരിറ്റീവ് തലത്തിൽ കാണേണ്ടതില്ല എന്ന് മാഷ് പറഞ്ഞുകൊണ്ട് തന്നെ, അതായത് ഇപ്പൊ ഈ വേദാന്തിക് കൺസെപ്റ്റ് ഒക്കെ അനുസരിച്ചുള്ള നോൺ അറ്റാച്ച്മെന്റ്, വൈരാഗ്യ, അപ്പൊ അങ്ങനെ പോകുന്നതിൽ ഈ ലോകത്ത് നമുക്ക് അറ്റ് പ്രസന്റ് ഇപ്പൊ ഒന്നാമത് എല്ലാവരും ഫിലോസഫി ചിന്തിക്കുന്ന തരത്തിലല്ലാത്തതുകൊണ്ട് അത് സാധിക്കാവില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. അവിടെ തന്നെ ആയിരിക്കാം ഈ സോഷ്യലിന്റെയും പൊളിറ്റിക്കലിന്റെയും ഒക്കെ
ഇത് വരുന്നത്. അപ്പോൾ എനിക്ക് മാഷ് ഈ വേദാന്തിക് രീതിയിലുള്ള ആ ഒരു കൺസെപ്റ്റുമായിട്ട് അൺറിയൽ എന്ന് പറയുമ്പോഴും ഇപ്പോൾ വേൾഡ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത് എൻഡാങ്കിൾ ചെയ്യുന്ന എൻഡാങ്കിൾമെന്റ്സ് ഒക്കെ ഈ അൺറിയൽ വേൾഡിൽ സംഭവിക്കുന്ന സാധനമാണല്ലോ, അത് തിരിച്ചറിയാന്നുള്ളതാണല്ലോ. അപ്പൊ ഈ അൺറിയൽ എന്നുള്ളത് ഈ വേദാന്തികമായ ഇല്യൂഷന്റെ ആ ഒരു പിന്നെ രീതിയിലാണോ സോഷ്യൽ വേൾഡിനെ? അത് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തന്നെയാണ് തോന്നിയത്. അതായത് സോഷ്യലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു അൺറിയൽ വേൾഡ് എന്ന് മാഷ് ആ തരത്തിൽ പറഞ്ഞു. അതിനെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള, പക്ഷെ വേദാന്തിക് ഇല്യൂഷനിൽ അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ഒന്നും കുറിച്ച് പറയണില്ല. അപ്പൊ അത് അതിനെക്കുറിച്ച് മാഷ് എങ്ങനെ വിചാരിക്കുന്നത് എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, ഞാൻ ആദ്യത്തെ ദിവസം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കണക്ട് ആയിട്ടുള്ള ഒരു കാര്യം കൂടി എന്നറിഞ്ഞ കുറച്ച് മാഷുടെ ഒരു അഭിപ്രായമായില്ല. അതായത് ഈ വെസ്റ്റേൺ ചിന്താഗതിയിൽ പ്രാഥമികമായിട്ട് ഈ പിന്നെ എന്താണ് ഈ ദൈവമല്ല, എന്താ ഈ തരത്തിൽ ആ ദുഃഖത്തെ കുറിച്ചുള്ള അങ്ങനെ വരുന്നില്ല എന്നുള്ള ഇത് വന്നതിൽ സഫറിങ് എന്നുള്ള ടേം നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ അങ്ങനത്തെ ഒരു ദുഃഖത്തിന്റെ സഹനത്തിന്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ തന്നെയും the concept of suffering is very prominent in the western world ആണല്ലോ. അത് പ്രത്യേകിച്ചും ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ട്. അപ്പൊ ഈ ഫിലോസഫേഴ്സ് അതിനെ എടുത്തിട്ടില്ല എങ്കിൽ പോലും ഈ ഫിലോസഫേഴ്സ് എല്ലാം അതിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇൻഡയറക്ട്ലി എങ്കിലും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് എല്ലാവരും ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഒന്നും പോന്നിട്ടില്ലല്ലോ. അവസാനം ഈ നീഷയൊക്കെ വരെ തന്നെ ആരും പോന്നിട്ടില്ല. ഡെത്ത് ഓഫ് ദ ചർച്ച് അടച്ചു പൂട്ടണം എന്ന് പറയണ അത് അവിടെ വരെ ഒന്നും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അതിനെ എങ്ങനെയാ മാഷ് കാണുന്നത്? ഈ രണ്ട് കാര്യങ്ങളൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഈ ആദ്യത്തെ ചോദ്യത്തിന്റെ ഇത് എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് അത്ര ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. റിയല് അൺറിയൽ എന്നൊക്കെയുള്ളത് ഞാൻ വളരെ ദീർഘമായി ഇപ്പോഴല്ല ഇതിനല്ല മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് അത് കൂടുതലായിട്ട് പോകാം. കാരണം അത് അൺറിയൽ എന്ന് പറയുന്നത് ഈ വേദാന്തിക്കായിട്ടുള്ള ഒരു രീതിയിലല്ല. കാരണം വേദാന്തത്തിന്റെ ഇത് ഞാൻ സ്വീകരിക്കുന്നേ ഇല്ല. അപ്പം അതുകൊണ്ട് ആ ഭാഷയും അതല്ല അത് വേദാന്തത്തിന്റെ ഒരു മായ അങ്ങനെയുള്ള സാധനങ്ങൾ അല്ല. എങ്കിലും ആ ഒരു ഫിലോസഫിയുടെ മാഷുടെ അഭിപ്രായം എന്താ, അതും കൂടി അങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചു. വേദാന്തിക് ഫിലോസഫിയുടെ ആ ഒരു രീതിയോട് അങ്ങനെയാണ്. വിരോധമൊന്നുമില്ല അവർക്ക് അത് ചെയ്യുന്നതിൽ. എനിക്ക് വിരോധമില്ല, അത് ചെയ്തോട്ടെ. അത് നമ്മളെന്തിനാ ബേജാറാവുന്നു? കാരണം അവർക്ക് ഞാൻ പറയാം അതൊക്കെ പലതരത്തിലുള്ള, ഞാനും ഈ പറയുന്ന ഇതുപോലെ തന്നെ വേറെ ചില കൺസെപ്റ്റുകളുടെ ഒരു ചിത്രം ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അവരും അതുപോലെ തന്നെ അത് ഈക്വലി ഫീസിബിൾ ആയിരിക്കും, ഈക്വലി റെസ്പെക്റ്റബിൾ ആണ്. അവരത് ചെയ്യുന്നതിന് നല്ലത് തന്നെ. ഞാൻ പറയുന്നത് വെച്ചാൽ ഞാനിപ്പോൾ വേറൊരു രീതിയിൽ അത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന് എനിക്കൊന്ന് കമ്പയർ ചെയ്യാനോ ചൂസ് ചെയ്യാനൊന്നും പ്രശ്നമില്ല. അത് എങ്ങനെ വെച്ചാൽ ഞാൻ ഇന്നലെ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചത്, അതായത് നിങ്ങൾക്ക് പിന്നെ വാൻ ഗോഗാണോ സെസാനാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല റീസൺസ് ഉണ്ടാകും. ഈ റീസൺസ് ഒരിക്കലും കൺക്ലൂസീവായിട്ട് ഉണ്ടാവില്ല. അതായത് അപ്പം എല്ലാവരും വീട്ടിലിട്ടിട്ടോ അല്ലെങ്കിൽ ഈ റീസണിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക വാൻ ഗോഗാണ് നല്ലതെന്ന് അങ്ങനെ പറയാനുള്ള അങ്ങനൊന്നും ഇല്ല. അതിൽ ഈ ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സാധനം ഇല്ല. അതിനൊരു ചൂസ് ചെയ്യാമെന്നുണ്ട്. നമ്മൾ അങ്ങനെ നോക്കാനും പറ്റില്ല വിച്ച് ഈസ് കറക്റ്റ് എന്നുള്ള കറക്റ്റ്നെസ്സും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം
ഞാൻ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് ഒരു ചർച്ചയ്ക്ക് തന്നെ വിധേയമാക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം, ഞാൻ പറഞ്ഞ കാര്യം. ഒരു കാപ്പി ചായ ഉണ്ടാക്കി തരും? ഞാൻ ഉണ്ടാക്കിയോ? ചന്ദ്രശേഖരൻ മ്യൂട്ടാക്കാൻ ആരാ? Chandrasekhar, please mute. Please mute. Hello, Chandrasekhar. മ്യൂട്ട് ചെയ്യൂ. നിങ്ങൾ പറയുന്നൊക്കെ ഇവിടെ കേൾക്കുന്നു. ഓക്കെ മാഷെ, ഞാനും അങ്ങനെ ചൂസ് ചെയ്യണതിനെ പറ്റി ഉദ്ദേശിച്ചില്ല. അതെനിക്ക് നമുക്ക് ക്ലാസ് ഈ ഫിലോസഫി പഠിപ്പിക്കുമ്പോഴുള്ളൊരു തന്നെയാണ് പറയേണ്ടുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ചൂസ് ചെയ്യാനല്ല, എല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ ചില അവസരങ്ങളിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ സഫറിങ്ങിനെ കുറിച്ചുള്ള വെസ്റ്റേൺ കൺസെപ്റ്റില് അത് എങ്ങനെയാ തോന്നുന്നത് മാഷ്ക്ക്? ഇങ്ങനെ വെസ്റ്റേൺ ഇത് ഞാൻ സഫറിങ്ങിൻ്റെ ഒരു അതിനെ പ്രോമിനൻ്റ് ആയിട്ട് വെക്കുന്നൊരു അവസ്ഥ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ പിന്നെ ക്രിസ്ത്യാനിറ്റി, ആക്ച്വലി ക്രിസ്ത്യാനിറ്റി വെസ്റ്റ് അല്ല, ഒരു ഈസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള, മധ്യേഷ്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളൊരു സാധനമാണ് ഈ ക്രിസ്ത്യാനിറ്റി. അത് വെസ്റ്റിൽ അത് വളരെ വ്യാപകമായി, അതായത് വെസ്റ്റിൽ ഈ വാസ്തവ ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പ് സൺ വർഷിപ്പായിരുന്നു ഉണ്ടായിരുന്നത് പല സ്ഥലങ്ങളിൽ. വെസ്റ്റ് ഒരു വേറൊരു ഇന്തോ യൂറോപ്യൻ ആയിട്ടുള്ള ഒരു കൾച്ചറിൻ്റെ ഇതാണ്. അത് വേദിക് കൾച്ചറുമായിട്ട് വളരെ ബന്ധമാണ്. അതൊക്കെ ഞാൻ പറയാം, നമ്മൾ വിചാരിക്കുന്നത് ഗ്രീക്ക് ഗോഡ്സ് ഒക്കെ അല്ലേ, ഗ്രീക്ക് ഗോഡ്സ് ഒക്കെ അല്ലേ ഉണ്ടായിരുന്ന അല്ലേ? അത് മാത്രമല്ല, യൂണിയൻ അതിൻ്റെ സ്പിരിറ്റ്, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ഒരു ഓവർച്ചർ എന്താണ് വളരെ സിമിലറാണ്, വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഡ്രവീഡിയൻ ഓർ ഇൻഡസ് വാലിക്ക് ശേഷം. ഈ ഡ്രവീഡിയൻ എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ സദേൺ പാർട്ടും മറ്റ് ആഫ്രിക്കനൊക്കെ വ്യത്യസ്തമാണ്. ഈവൻ ഏഷ്യൻ രാജ്യങ്ങളുടെ നിന്ന് വ്യത്യസ്തം. അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ക്യാരക്ടറൈസേഷന് എനിക്ക് വെസ്റ്റിൽ കാണുന്നുണ്ടോ സംശയം. ഈ വെസ്റ്റിൽ പിന്നെ ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു മെർജുണ്ട്, ഒരു ഇന്തോ യൂറോപ്യൻ, ആ ഗ്രീക്ക് ലാറ്റിൻ സംസ്കാരങ്ങളും അതിലുള്ള എന്താ പറയുക സ്ട്രോങ്, അതായത് വളരെ റിച്ച് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ട്രഡീഷനും ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേക രീതിയിലുള്ള വാല്യൂസും കൂടിയുള്ള ഒരു ഇതിലാണ് ഒരു ഇടപാടുകളിൽ കൂടിയാണ് വെസ്റ്റേൺ സിവിലൈസേഷൻ നമ്മളിന്ന് പറയുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ പ്രഥമ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇന്തോ യൂറോപ്യൻ രീതിയിലുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൽ ഈ ക്രിസ്ത്യാനിറ്റിക്ക് വന്നതിന് ശേഷമാണ് ആ ക്രിസ്ത്യാനിറ്റി അഗെയിൻ ഇറ്റ് കംസ് ഫ്രം സംതിങ് ഇപ്പോൾ മധ്യേഷ്യയുടെ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൽ സഫറിങ് എന്നുള്ളതൊരു ഒറിജിനൽ സിന്ന് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അത് സഫറിങ് ആയിട്ടല്ല, ഒരു പാപമാണ് അത്. പാപത്തിന്റെ ആണ്. അപ്പോൾ മരണമാണ്, പാപത്തിന്റെ ഫലം മരണം തന്നെയാണ്. ഇവിടെ പാപത്തിന്റെ ഫലം സഫറിങ് അല്ല, മരണമാണ്. സോ ദാറ്റ് അങ്ങനെ ഒരു, ഇത് മാത്രമല്ല സിവിലൈസേഷൻ്റെ അകത്ത് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നൊരു എന്ന് വെച്ചാൽ ഈ അവിടെ ഒരു ഡെവിളും ഗോഡും ഉള്ള ഒരു ഭയങ്കര ഒപ്പോസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവിൾ ആൻഡ് ദ ഗുഡ്, ഈവിൾ ആൻഡ് ഗുഡ് എന്നുള്ള വലിയ ഗ്യാപ്പ്, ദിസ് വാസ് നോട്ട് ദർ ഇൻ ഇന്തോ യൂറോപ്യൻ കൾച്ചർ. അത് ഇന്ത്യൻ കൾച്ചറിലും അത് കാണുന്ന സിവിലൈസേഷനിലും ഈ ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ള വലിയ ഇതില്ല. അപ്പം രാവണൻ കൂടി പോലും ഒരു ദൈവഭക്തനാണ്, ശിവഭക്തനാണ്. അവര് എല്ലാവരിലും ഈ ദൈവികമായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ടെന്നായിരുന്നു. അപ്പോൾ അവിടെ ഗുഡ് ഈവിൾ എന്നുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രണ്ട് ഡിഫറെൻ്റ് പൊസിഷൻ അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഈ ഈവിളിനെ ജയിക്കുക എന്നുള്ളതാണ് അവിടുത്തെ യൂറോപ്പിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പല, അതുകൊണ്ട് അതൊരു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതിൽ ഈ
ഭൗതിക ഈ ഈ ഐഹിക ജീവിതത്തിലുണ്ടാവുന്ന ആ പിന്നെ ഈ ദുഃഖത്തിനെ അതിങ്ങനെ സഹിച്ചു പോകുന്ന എങ്ങനെ സഹിക്കും ഇതെന്നുള്ള അതിനെപ്പറ്റി അതിൻ്റെ ദുരന്തങ്ങൾ ഇങ്ങനെ കാണുന്ന ഒരു രീതിയിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ അബ്സേർഡിറ്റിയാണ്. അബ്സേർഡിന് ഇപ്പോൾ സിസിഫസ്, മിത്ത് ഓഫ് സിസിഫസ് ഈ ഒരു ആദ്യകാലത്ത് ഒരു പിന്നെ ഹോമറിൻ്റെ വർക്കുകളിൽ കാണുന്ന കഥാപാത്രമാണ് സിസിഫസ്. അതിങ്ങനെ നമ്മുടെ നാരായണത്തുപ്രാന്തനെ പോലെ കല്ല് മേലെ ഉരുട്ടി വീഴുന്ന കണ്ട് അങ്ങനെ ഒരു അതാണ് സിസിഫസിൻ്റെ. അത് നമ്മൾ അത് യൂറോപ്പിലെ കൾച്ചറിലുടനീളം ഈ അബ്സേർഡിറ്റിയെ കാണുന്നുണ്ട്. അത് ഈ പ്രത്യേകിച്ച് അബ്സേർഡിസം ലിറ്ററേച്ചറിലും നാടകത്തിലൊക്കെ വരുന്ന സമയത്ത് പോലും അതുണ്ട്. അങ്ങനെ ആധുനിക കാലത്തൊക്കെ ഈ അബ്സേർഡിറ്റി ഉണ്ട്. ഏറ്റവും ഈ വംശം മുഴുവനും എൻ്റെ സഫറിങ്ങിനെ, എൻ്റെ ഈ കെട്ടപ്പാടുകളിലൂടെ ആളുകൾ ഉണ്ടാകുന്ന സഫറിങ്ങിനെ അത് അങ്ങനത്തെ ഒരു സാധനം അത് അവതരിപ്പിക്കുന്നില്ല. അതായത് സംസാരത്തിൻ്റെ ഒരു ചിത്രം അതിലൊന്നും വരുന്നില്ല. അറിയില്ല, ഞാനിങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ മായ ചോദിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാണ്. കേൾക്കാമോ? എനിക്ക് ഒരു സംശയമുള്ളത്, ഈ സംസാരം മായ എന്നൊക്കെ പറയുന്ന വേദാന്തിക് ലിറ്ററേച്ചറിൽ സഫറിങ് എന്നുള്ളത് ഒരു മായയായിട്ടാണ് അവർ കണക്കാക്കുന്നതാണ്. അപ്പോഴാണ് ആദ്യമായിട്ട് ബുദ്ധന് സഫറിങ്, അതായത് ദുഃഖം ഉണ്ട് എന്നുള്ളതാണ് ബുദ്ധൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. അതായത് ദുഃഖമുണ്ട് എന്നുള്ളത് ഇന്ത്യക്കാരെ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമല്ലേ. ദുഃഖമുണ്ട്, പിന്നെ രണ്ടാമത് വരുന്നത് അതിനൊരു കാരണമുണ്ട്, ഒരു റീസൺ ഫോർ സോറോ. കാരണമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ട് എന്നുള്ളതാണുള്ള ബുദ്ധൻ്റെ ലോജിക്ക്. വേറെ ഈ വേദാന്തത്തിൻ്റെ ലോജിക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ വെറും കാണുന്ന ഈ പ്ലേറ്റൊക്കെ പറയുന്ന പോലെ ഷാഡോസ് ആണ്, നമ്മൾ മുഴുവൻ അറിയുന്നില്ല, ഇതൊക്കെ അപ്പിയറൻസസ് മാത്രമാണ്. അതായത് വേറൊരു തലമുണ്ട്, ആ തലത്തിലാണ് യഥാർത്ഥത്തിലുള്ള ജീവിതവും യാഥാർത്ഥ്യവും സത്യവും നിലകൊള്ളുന്നത് എന്നുള്ളതാണല്ലോ വേദാന്തത്തിൽ. അപ്പം ഇതിൽ ഈ വേദാന്തിക് പ്രിൻസിപ്പിൾ സഫറിങ്ങിനെ അംഗീകരിക്കുന്നുണ്ടോ? അതിജീവനം എന്നുള്ളത് വേദാന്തത്തിലും ബുദ്ധിസ്റ്റിലും നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ നമ്മളെ റിയാലിറ്റിയുമായിട്ട് അടുപ്പിക്കുന്നത്, സത്യവുമായിട്ട് അടുപ്പിക്കുന്നത്? റിയാലിറ്റി അല്ല, സത്യവുമായിട്ട് അടുപ്പിക്കുന്നത് ഏതാണ്? ബുദ്ധനാണോ അതോ വേദാന്തിക് മായയാണോ? ചോദ്യ അതെ, ഇതാണ് ചോദ്യം. ആക്ച്വലി ഞാൻ ഈ ബൗദ്ധ ദർശനമോ വേദാന്തമോ ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ അറിയോ, അതെൻ്റെ വിഷയമല്ല ഇതില്. കാരണം അതിനെപ്പറ്റിയുള്ള ഒരു സ്കോളർഷിപ്പ് ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊണ്ടുവരുന്നില്ല. കാരണം അതെന്തായാലും എനിക്ക് പ്രശ്നമില്ല. ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഞാൻ അതിനെപ്പറ്റി കൺസേൺഡ് അല്ല. അതൊരു സ്കോളറിന്റെ, ഒരു പണ്ഡിതന്റെ ക്വസ്റ്റ്യൻ ആണ്. ചില പാണ്ഡിത്യത്തിനെ സംബന്ധിച്ചുള്ള പണ്ഡിതന്മാരുടെ പ്രശ്നമാണ്. ഞാനിവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക മനുഷ്യാവസ്ഥയെ ഒരു പ്രത്യേക രീതിയിൽ ഈ ഭാവാവസ്ഥയെ നോക്കുകയാണ്. ഈ മനുഷ്യരുടെ ആയിരിക്കലിനെ ഞാൻ കഴിയുന്നതും സൂക്ഷ്മമായി നോക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ കടന്നു പോകുന്ന ഈ സത്വങ്ങൾ, ആയിരിക്കുന്ന സത്വങ്ങൾ കടന്നു പോകുന്ന ആ വേദനയുടെ, അവരുടെ സഹനത്തിൻ്റെ, അതിജീവനത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ഈ സ്രോതസ്സുകളിലേക്ക് പോകാൻ ശ്രമിക്കും. ഓക്കെ മനസ്സിലാകുന്നുണ്ട്. അതായത് നമ്മളുടെ ഭാഷയിൽ മലയാളത്തിൽ പുതിയ ഒരു വൊക്കാബുലറി ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു ഇതിനെപ്പറ്റി പറയാൻ. പഴയതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കൺഫ്യൂസ്ഡ് ആവും.
അതാണ് ഞാൻ പറയുന്നത്. അതെ. ഇല്ലേ, പുതിയൊരു വൊക്കാബുലറി നമുക്ക് അതെല്ലാം എടുക്കേണ്ടിയിരിക്കണം. അല്ല, അത് വേണ്ടി വരില്ല. എന്താ വെച്ചാ സഹനം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അല്ല, ഇല്ലെങ്കിൽ കടന്നു പോവുക, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ജീവിച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള ഒരു അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, സഹനം ഇല്ല, അത് പറ്റും. സഹനം എന്നുള്ളത് എൻഡ്യൂറിങ് ആണ്. സഹനം എന്ന് പറയുന്നത് എൻഡ്യൂറിങ് എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ. അത് വേറെ ആളുകൾ എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ സംസാരം എന്നുള്ളത് പല ട്രഡീഷനിൽ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അവർക്ക് ഉപയോഗിക്കാം. ഒന്നിന് പ്രത്യേക അർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു ട്രഡീഷനിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. അവരുടെ അത് ഡിഫൈൻ ചെയ്താണ്. വാക്കുകളെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നിലനിൽക്കുന്ന അർത്ഥങ്ങളെ സ്വീകരിച്ചിട്ട് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അതൊരു ടോക്കൺ മാത്രമാണ്. നമ്മൾ അതിന് കൊടുക്കുന്ന വാല്യൂ നമ്മൾ നിശ്ചയിക്കുക. അതിനാണ് ഡെഫിനിഷൻ ആവശ്യമായിട്ടുള്ളത്. യു ഹാവ് ടു ഡിഫൈൻ ടേംസ്. അത് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ മറ്റ് പിന്നെ സമാനമായ തത്തുല്യമായ അല്ലെങ്കിൽ കമ്പയറബിൾ ആയിട്ടുള്ള മറ്റ് സങ്കല്പനങ്ങളിൽ കൂടി ഇത് അർത്ഥം അത് ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് സഹനം. കാരണം മറ്റു വാക്കുകൾ ഇംഗ്ലീഷ് വാക്കുകൾ എടുക്കേണ്ടി വരും. ഇംഗ്ലീഷ് വാക്കുകൾ എടുക്കരുതെന്നാണ് എടുക്കരുതെന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വാക്ക് ഈ സംസാരത്തിന്റെ സംസാരം എന്നുള്ള വാക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അത് വളരെ സഹനം അങ്ങനെ അത്ര തന്നെ മറ്റ് ഇന്ത്യൻ ഫിലോസോഫിക്കലും മറ്റു തരത്തിലുള്ള കൾച്ചറൽ ട്രഡീഷനിലും സഹനം എന്നുള്ള വാക്ക് അത്രയും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അതേസമയത്ത് സഹനം എന്നുള്ളൊരു സംസ്കൃത വാക്കാണ്. മലയാളത്തിലും സഹിക്കുക എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആ അർത്ഥം തന്നെ സഹിക്കുക എന്നുള്ള പിന്നെ നിലവിലുള്ള അർത്ഥം തന്നെയാണ് എടുത്തത്. പക്ഷെ ആ സഹനം പ്രത്യേക രീതിയിൽ ആയിരിക്കലിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അതിന് എങ്ങനെയാണ് സഹനം എന്നുള്ളതൊരു എക്സിസ്റ്റൻഷ്യൽ ഓണ്ടോളജിക്കലായിട്ടുള്ള ഒരു ഡയമെൻഷനാണ്. അതിൻ്റെ ഒരു സ്വഭാവമായിട്ടൊരു അതിൻ്റെ ഒരു ആസ്പെക്റ്റ് ആയിട്ടൊരു ഇങ്ങനെ സംസാരം അങ്ങനെയും കൂടിയല്ല. സംസാരം എന്നുള്ളത് വളരെയധികം ഉപയോഗിക്കപ്പെട്ട ടൈമാണ്. സംസാരം എന്നുള്ള ആ ശബ്ദത്തിന് ഉള്ള പിന്നെ റൂട്ട് മീനിങ് എന്നുള്ളത് ഈ പറയുന്ന അലച്ചിൽ നിന്നാണ്. ഇങ്ങനെ റോമിങ് അറൗണ്ട് എന്നാണ്. അപ്പൊ റോമിങ് അറൗണ്ട് എന്നുള്ള ആ അർത്ഥം അത് ആയിരിക്കലെന്ന് ഞാൻ നേരത്തെ ഇന്നലെ ഡിഫൈൻ ചെയ്തിട്ടുള്ള തുടർച്ച. അപ്പൊ ആ തുടർച്ചയിൽ പല സ്റ്റേറ്റുകളിലൂടെ, അതായത് ജന്മാന്തരങ്ങളുടെ സ്റ്റേറ്റുകളല്ല, ഒരു ബീയിങ്ങിന്റെ ആയിരിക്കലിന്റെ അതിന്റെ ഉറവിടം തൊട്ട് അതിന്റെ അവസാനം വരെയുള്ള അത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പല സ്റ്റേറ്റുകളിലൂടെയുള്ള ആസക്തമായിരുന്നുകൊണ്ടുള്ള അലച്ചൽ. അതായത് വാർദ്ധക്യത്തിനും യുവത്തിനും കൗമാരത്തിലും ആസന്ന മരണത്തിലും കൂടി പലതരത്തിലുള്ള വേഷങ്ങളിലും പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളിലും പലതരത്തിലുള്ള ഐഡന്റിറ്റിയുടെ ക്രൈറ്റിക്കലായിട്ടുള്ള പല മൊമെന്റുകളിൽ കൂടിയും പലതരത്തിലുള്ള സ്ഥാനത്തിൻ്റെ സന്ദർഭങ്ങളിലൂടെയും പലതരത്തിലുള്ള പിന്നെ എന്താ പറയുക ബിഹേവിയറലായിട്ടുള്ള മോഡിഫിക്കേഷനിൽ കൂടി കടന്നു പോകുന്ന ഈ അവസ്ഥയാണ് ഞാനവിടെ സംസാരത്തിൻ്റെ രീതിയിൽ കാണുന്നത്. ആ സംസാരം എന്നുള്ളത് അത് ഇങ്ങനെയുള്ള മറ്റു പല സത്വങ്ങളുടെയും ആയുള്ള ബന്ധങ്ങളിലൂടെ സാമൂഹികമായ ഒരു ക്രമത്തിൻ്റെ ഒരു സമ്പ്രദായത്തിൻ്റെ ഒരു ഘടനയുടെ പിന്നെ അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വ്യവഹാരങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ്സായിട്ടുള്ള വ്യവഹാരങ്ങളുടെ സംസ്കാരങ്ങളുടെ ഒക്കെ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഈ സംസാരത്തിനെ വെക്കുന്നത്. അപ്പോൾ അതാണ് സംസാരം. ഓരോ സത്വങ്ങളുടെയും ഈ അലച്ചല് ഈ സംസാരത്തിൻ്റെ ഒരു എന്താ പറയുക സംസാരത്തിൻ്റെ അകത്താണ് ഈ അലച്ചിൽ മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അത് ആ സത്വത്തിന് അതിൻ്റെ സ്വച്ഛന്തമായ ഒരു ഗതിയെ അതിന് റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സംസാരത്തിൻ്റെ അകത്ത്. ഇതൊക്കെയാണ് എൻ്റെ കൺസേൺ ആണ്. അതുകൊണ്ടാണ് ഇത്തരം കൺസെപ്റ്റുകൾ ഞാൻ സ്വീകരിച്ചത്. അല്ല, ഇതില്
എനിക്ക് ഇപ്പൊ തോന്നുന്നത് എന്താ വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസിലാണോ അങ്ങ് ചിന്തിക്കുന്നത്, അതോ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആണോ ഈ ഇതില് ഇതായിരിക്കുന്നത്, ഉത്ഭുതമായിരിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സഹിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ സഹനം, ഇതൊക്കെ പ്രസന്റ് കണ്ടിന്യൂസ് ആണല്ലോ, സഹിച്ചുകൊണ്ടേയിരിക്കുക. അതിനൊരു സംസ്കാരം വേണമല്ലോ. പഴയ സംസ്കാരം എന്തായാലും ഉറഞ്ഞെടുക്കുന്നുണ്ടല്ലോ. ഈ യുവത്വവും വാർദ്ധക്യമൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ ചില എക്സ്പീരിയൻസിലൂടെ വരുന്നതല്ലേ. അപ്പോൾ അതാണോ ഉദ്ദേശിക്കുന്നത്, അതോ പ്രസന്റ് കണ്ടിന്യൂസിലത്തെ സഹനം മാത്രമാണോ? അല്ല, പ്രസന്റ് കണ്ടിന്യൂസിലെ സഹനം, ഈ പ്രസന്റ് എന്നുള്ള, ഞാൻ പ്രസന്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രസൻസ് എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അതൊരു ഈ ലാറ്റിൻ വേർഡ് പ്രേ എസ് എന്നുള്ളതാണ്. പ്രേ എന്ന് പറയുന്നത് ബിഫോർ എന്നുള്ളതാണ്. എസ് എന്ന് പറഞ്ഞാൽ ഈസ് എന്നാണ്. അതിങ്ങനെ ബിഫോർ ഈസും ആവാം ഒരേ സമയത്ത്. അതായത് എല്ലാ പ്രസന്റും എന്ന് പറയുന്നത്, എല്ലാ ഈസും ആയിരിക്കുക എന്നുള്ള, ആവുക എന്ന് എപ്പോഴും ഓൾറെഡി ആയിട്ടുള്ളതാണ്. അതാണ് ആയിരിക്കലാണ്, ആയി ഇരിപ്പാണ്, ആയി തുടരലാണ്, ആയി ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇറ്റ്സ് ഓൾറെഡി അതിൽ ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ളതിനേക്കാളും അധികം ഓൾറെഡി അത് എവിടെയെങ്കിലുമൊക്കെ ഇംപ്ലിക്കേറ്റഡ് ആണ് ആയിരിക്കുന്നത്. അപ്പൊ ഈ പ്രസൻസ് എന്ന് പറയുന്നത്, ഈ ആയിരിക്കല്, ഈ ആയിരിപ്പ് ഒരു ആ വ്യവഹാരത്തിലൂടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സംസ്കാരത്തിന്റെയും നിഴലിൽ തന്നെയാണ് ഈ ആയിരിക്കൽ. സമയത്ത് അതിന്റെ സ്വച്ഛന്തത, ഈ സ്വത്വങ്ങൾക്ക് അതിന് സ്വതവേ ഉണ്ടായിരിക്കുന്ന ഒരു നൈസർഗികത നഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിനെയും ഈ സമയത്തിന്റെ തർക്കശാസ്ത്രത്തെയും പിന്നെ പരിശോധിക്കേണ്ടതാണ്. എന്താണ് ഇതിന്റെ ആ സംസാരത്തിന്റെ എന്താണ് ഈ വ്യവഹാരങ്ങളുടെ, ഈ സാമൂഹികമായ ഘടനയുടെ അല്ലെങ്കിൽ സമ്പ്രദായത്തിന്റെ എന്തൊന്നാണ് അതിന് പ്രതിബന്ധമായി നിൽക്കുന്നത് അർത്ഥത്തിലാണ്. ഓക്കെ, എന്തായാലും വളരെ നന്നായിരുന്നു. 4 ദിവസമുണ്ട്, വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. മാഷെ, ഈ സഹനത്തെക്കുറിച്ചും പിന്നെ അതിജീവനത്തെക്കുറിച്ചും മാഷ് ജൂത ഉദാഹരണം പറഞ്ഞു. അത് വളരെ ശരിയാണ്. 2000 കൊല്ലം ഫ്രാഗ്മെന്റ് ചെയ്യപ്പെട്ടൊരു സൊസൈറ്റി, അത് വലിയൊരു പാഠമാണ് നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു സംഗതിയെ തന്നെ ഇന്ത്യൻ ദളിത് അവസ്ഥയെ വെച്ച് എങ്ങനെയാണ് മാഷ് കാണുന്നത്? അത് ഞാൻ കാണുന്നത് ഖാദർ നോക്കണ്ട, ഖാദർ ഇങ്ങനെ കാണുന്നത് പറഞ്ഞു തന്നാ മതി. അല്ല എങ്കിലും മറ്റേ ഉദാഹരണം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ഹോളോകോസ്റ്റിലേക്ക് എത്തുന്ന വലിയ ഒരു അലച്ചിലിന്റെയും പുറത്താക്കലിന്റെയും പിന്നെ വലിയ എക്സോഡസിന്റെയും ഒക്കെ വലിയൊരു ചരിത്രം. അത് ശരിക്കും പറഞ്ഞാൽ ജൂത ജീവിതം എന്ന് പറഞ്ഞ വലിയൊരു പാഠം തന്നെയാണ്, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ദളിത് അവസ്ഥയെ നമ്മൾ അപ്പോഴാണല്ലോ നമ്മുടെ ഈ ചർച്ച സത്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രെയിംവർക്കിന് ഒരു നമ്മുടെ കോണ്ടെക്സ്റ്റില് ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അടുന്നു ഞാൻ പറയുന്ന വാക്കുകളിൽ പ്രശ്നമാണ്, മാഷ് എപ്പോഴും പറയുന്ന പോലെ. അപ്പോ അത് നമ്മൾ അത്തരത്തിലൊരു ചിന്ത മാഷ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നടത്തിയിട്ടുണ്ട്. പക്ഷേ പറയണോ? വേണ്ട, പിന്നെ തീർച്ചയായിട്ടും അത് കുഴപ്പമില്ല. ഞാൻ അത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹലോ മാഷേ, ഇത് രമേശ് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ പ്രഭാഷണം മുഴുവൻ കേട്ടു. വളരെ മനോഹരമായിട്ടും വളരെ സങ്കീർണമായ വിഷയം വളരെ ലളിതമായിട്ട് അവതരിപ്പിച്ചതിന് നന്ദി പറയാണ് സാറിനോട്. സാർ, എൻ്റെ ഒരു സംശയം, അപ്പം ഞാൻ ഒന്നാമത് ഫിലോസഫി സ്റ്റുഡൻ്റ് അല്ല. എൻ്റെ ഗവേഷണ പഠനത്തിന്റെ ഭാഗമായിട്ട് ചില ഫിലോസഫി പുസ്തകങ്ങൾ വായിച്ചെന്നുള്ളൂ.
അതിൽ വിൽഡൂറാൻഡ് ദ സ്റ്റോറി ഓഫ് ഫിലോസഫി എന്ന പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഷോപ്പൻഹൗവറെ കുറിച്ച് പറയുന്ന ഭാഗം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ, പെയിൻ ആൻഡ് സഫറിങ് ഈസ് ദ കോസ് ഓഫ് ജീനിയസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സാറിന്റെ ഒരു ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത്, ഞാൻ എൻ്റെ ഗവേഷണ വിഷയം അധികാരവും സർഗാത്മകതയും എന്നായിരുന്നേ. അതിൽ സർഗാത്മകതയോട് ബന്ധപ്പെട്ട് ഞാൻ കുറെ ജീനിയസുകളുടെ ജീവിതം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഈ ഒരു ഒബ്സർവേഷനെ സാധൂകരിക്കുന്ന രീതിയിൽ അവര് അത്യധികം യാതനകളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു സംശയം, സാറിന്റെ ഒരു ഈ ഡിസ്കഷന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നമ്മൾ ഷോപ്പൻഹൗവറുടെ ഈ ഒബ്സർവേഷനെ മനസ്സിലാക്കേണ്ടത്? കാരണം എനിക്കിപ്പം വല്ല സംശയമുണ്ട്. സാറിന്റെ ഒരു ഈ 3 ദിവസത്തെ ചർച്ചകൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ ധാരണ തെറ്റായതാണോ? കാരണം എനിക്ക് വല്ലാത്ത പ്രചോദനം ഉണ്ടാക്കിയ വാചകമായിരുന്നത്. അതായത് ഇങ്ങനെ പെയിൻ ആൻഡ് സഫറിങ് ഈസ് ദ കോസ് ഓഫ് ജീനിയസ് എന്നുള്ളത് വല്ലാത്ത പ്രചോദനം ഉണ്ടാക്കിയത്. നമ്മൾ പഠിച്ച ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് പ്രതിഭാശാലികളുടെ. അപ്പൊ സാർ അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അത് ഈ ഒബ്സർവേഷൻ ശരിയാണ്. ഈ ജീനിയസുകൾ എന്ന് പറയുന്നത്, ഞാൻ ജീനിയസ് എന്നുള്ള അങ്ങനെ ഒരു കാറ്റഗറിയെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തയുടെയോ കലാപരമായ പ്രവർത്തനത്തിൻ്റെയോ ഈവൻ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻ, ആവിഷ്കരണങ്ങളുടെ ഈ ഇമേജസ്, മനുഷ്യൻ്റെ അവസ്ഥ, ആവിഷ്കരണം, ഇമേജസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മൊമെന്റുകളിലൂടെ പോകുന്നുള്ളത് ശരിയാണ്. അതൊരു എക്സ്പ്രഷൻ്റെ, ക്രിയേറ്റീവായിട്ട് എക്സ്പ്രഷൻ എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു അതിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അതിൻ്റെ വരാവുന്നത്. ഈ പിന്നെ ഷോപ്പൻഹൗവറുടെ ഈ നിരീക്ഷണത്തിൻ്റെ എന്താ വെച്ചാൽ, ഷോപ്പൻഹൗവർ ഈ ഇന്ത്യൻ ഉപനിഷത്തുകളുടെയും വേദാന്തങ്ങളുടെയൊക്കെ ചുവട് പിടിച്ചിട്ടാണ് ചിന്തിച്ചത്. അതായത് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഹെഗലൊക്കെ തന്നെ ഏർലി തിങ്കേഴ്സാണ്. അത് സംസ്കൃതത്തിൻ്റെ സോഴ്സുകളൊക്കെ അവർ നോക്കിയിട്ടുണ്ട്, ഈ ഇന്ത്യൻ വേദാന്തം. പക്ഷേ ഷോപ്പൻഹൗവർ പ്രകടമായും ഇന്ത്യൻ വേദാന്തത്തിൽ ആകർഷണമായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ പല പിന്നെ ചിന്തകൾ, ആശയങ്ങളൊക്കെ തന്നെ പലതും തന്നെ അതിലൂടെ അതിലൂടെ അനുകരിച്ചതല്ല, ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ സഫറിങ്ങിൽ ഊന്നുന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതമില്ല. കാരണം ഹി വാസ് എ സംതിങ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഫിലോസഫി വെരി ഡിഫറെൻറ്റ് ഫ്രം അതർ എന്താ പറയുക, ഒരു ടിപ്പിക്കൽ വെസ്റ്റേൺ ഫിലോസഫിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അത് വലിയ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നെ. പക്ഷേ ഈ എഗണി ഒരു എന്താ പറയുക, എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ആങ്സ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു ഇതിലൂടെ കലാകാരന്മാരും ഒക്കെ കടന്നു പോകുന്നുണ്ട്, ചിന്തകന്മാരും കടന്നു പോകുന്നുണ്ട്. അപ്പം അത് കാണിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചെന്ന് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചെന്നവർക്ക് അതിന് വേറൊരു സന്ദർഭത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു അതിനെ പറ്റിയിട്ട്. എന്താണ്, ഞാൻ കലാകാരന്മാരെ മാത്രം എടുക്കുക, രമേശൻ പറഞ്ഞ ചിന്തകന്മാരൊക്കെ ഉണ്ടാവും, കലാകാരന്മാരെ മാത്രം എടുക്കുകയാണെങ്കിൽ എന്താണ് കല ചെയ്യുന്നത് എന്നുള്ളത്, മനുഷ്യൻ്റെ ഈ ആയിരിക്കലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കല എങ്ങനെയാണ് അതിനോട് റിലേറ്റ് ചെയ്യുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സാമൂഹികമായ ഇപ്പൊ സംസ്കാരം വെച്ചാൽ ഈ കൾച്ചർ എന്നുള്ള ഈ മോഡേൺ സെൻസിലുള്ള സംസ്കാരം, ഈ കൾച്ചർ തന്നെ ഈ ആയിരിക്കലിനോട് റിലേറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ സാമൂഹികമായ പല കാഴ്ചപ്പാടുകൾ, വ്യവഹാരങ്ങൾ പൊതുവെ ഈ സത്വത്തോട് അല്ലെങ്കിൽ സത്വത്തിൻ്റെ ആയിരിക്കലിനോട് റിലേറ്റ് ചെയ്യുന്നത് പോലെ ആണോ ഈ കല റിലേറ്റ് ചെയ്യും? അപ്പം കലയുടെ റിലേഷൻ, കല
ഈ സത്വത്തോട് റിലേറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനതിൻ്റെ ഒരു ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ലോകത്തിൽ ഫ്ലറിഷ് പിന്നെ എന്താ പറയുക മഷ്റൂം ചെയ്തുകൊണ്ടുള്ള കലാരൂപങ്ങളല്ല പറയുന്നത്. അത് കലക്ക് പല തരത്തിലുള്ള ആവിഷ്കരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ കലയുടെ ഈ പറയുന്ന പോലെ ഈ പ്രത്യേക തരത്തിൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു, അതായത് ഈ സത്വത്തോട് അല്ലെങ്കിൽ ആയിരിക്കലിനോട് വളരെ ആഴത്തിൽ, അതിൻ്റെ ആഴത്തിലേക്ക്, പിന്നെ അതിൻ്റെ സ്വഭാവത്തിലേക്ക്, അതിൻ്റെ പിന്നെ സോഴ്സുകളിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ അതിനോട് സമീപിക്കുന്ന രീതിയിലുള്ള, അതിനെ എൻകൗണ്ടർ ചെയ്യുന്ന ഈ ആഭരണങ്ങളുടെ, ഈ വ്യവഹാരങ്ങളുടെ, സംസ്കാരത്തിൻ്റെയും ഈ സാധാരണത്വത്തിൻ്റെയും ഒരു ആഭരണങ്ങളെ ഭേദിച്ചുകൊണ്ട് ഈ സത്വത്തെ വിവരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കലാപരമായ ആവിഷ്കരണത്തിനും ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതിസന്ധിയുടെ ഒരു സ്വന്തം തന്മയെ, സ്വന്തം സത്വത്തിനെ, സ്വന്തം ബോധമണ്ഡലത്തിനെ ഒലച്ച് കളയുന്ന, അതിൻ്റെ ബാലൻസിന്, അതിൻ്റെ ഒരു ബലത്വത്തിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാവും. അതിലൂടെയാണ് അത് ഒരുപക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള ചില സത്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇതാണ്. അപ്പം അതുകൊണ്ട് ആ കലാപരമായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സവിശേഷമായ കലാപരമായിട്ടുള്ള ആവിഷ്കരണങ്ങളുടെ ഒരു പ്രത്യേകത അതാണ് ഈ പറയുന്ന, അതായത് ബീയിങ്ങിനോട്, മനുഷ്യൻ്റെ ഈ ആയിരിക്കലിനോട്, അതിൻ്റെ അതിൻ്റെ ഭാവങ്ങളോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ ഈ എൻടാങ്കിൾമെൻറ്റിൻ്റെ അതിൻ്റെ എൻടാങ്കിൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ അത് തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു റിഫ്ലക്ഷനായിട്ട്, സ്വന്തം അതിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനായിട്ട് വരുന്ന ഒന്നായിട്ട്. അതുകൊണ്ട് അതിൽ ഏർപ്പെടുന്ന ഒരു സത്വം ഈ കലാപരമായിട്ടുള്ള അതിൻ്റെ കണ്ടെത്തലിനോട് ആനുപാതികമായ അത്രയും സ്ട്രെങ്ത്തിൽ അത് പിന്നെ ഷെയ്ക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ആയിരിക്കും ചിലപ്പം എനിക്ക് ഇതിന് ഒരു മറുപടിയായിട്ട്, ഒരു സമാധാനമായിട്ട് പറയാം രമേശിനെ ചോദിച്ചു. സാർ, അപ്പൊ അത് ആയിരിക്കലാണോ, അപ്പൊ ആയിത്തീരലാണോ? ആയിത്തീരലല്ല, ആയിരിക്കൽ ഞാൻ പറയുന്ന ആയിരിക്കൽ തന്നെ ഒരു പലതരത്തിലുള്ള സ്റ്റേജുകൾ, നിലയില്ലാത്ത പല നിലകളിലൂടെ, നിലനിൽക്കാത്ത പല നിലകളിലൂടെ കടന്നു പോകുന്നതാണ് ആയിരിക്കൽ. അവിടെ എത്തിച്ചേരൽ ആയിത്തീരലൊന്നിലും ഇല്ല, ഒന്നും ആയിത്തീരുന്നില്ല. കാരണം ആയിത്തീരുന്നെന്ന് വിചാരിക്കുന്നത് തന്നെ നില അറ്റുപോകുന്നതാണ്, നിലനിൽക്കാത്തതാണ്. അതുകൊണ്ടാണ് എന്നെ ആയിരിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്, അല്ലാണ്ട് ആയിത്തീരലുകളല്ല. അത് വെസ്റ്റേൺ സൊസൈറ്റി ബിക്കമിങ് ആണ് പ്രധാനം. വെസ്റ്റേൺ ബിക്കമിങ് എന്ന് പറഞ്ഞാൽ അവർ ആ ബിക്കമിങ്ങിലുള്ള എന്തോ ഒരു അച്ചീവ്മെന്റിനെയാണ് അവർ നോക്കുന്നത്. പക്ഷെ എല്ലാ അച്ചീവ്മെന്റും ഒരു പിന്നെ മാറിമറയലാണ്, അത് നിലനിൽക്കാത്തതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ ആയിരിക്കലിനെ എംഫസൈസ് ചെയ്യുന്നത്. താങ്ക് യു സാർ, നന്ദി. കഴിഞ്ഞോ അത്ര? നോക്കാമല്ലോ സാർ, നോക്കാം. എന്തിനാ നോക്കുന്നത്? അല്ല, പലരും ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ നിർത്താവുന്നതാണ്. എന്തിനാണ് ചർച്ച? ഇത്രയും മതിയില്ലേ?
4 ദിവസമായില്ലേ? ആ ആ അല്ല കുറച്ച് സമയം ഇരിക്കാൻ ഇനിയിപ്പോൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഇത് റെസ്പോൺസ് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതാവാലോ. കുറച്ച് നേരം നമുക്ക് നോക്കാം. മാഷെ ഒരു സംശയം കൂടി ചോദിക്കട്ടെ മാഷെ. മാഷെ രമേശ, അങ്ങനെ ആയിരിക്കാൻ ഒരു വ്യക്തി അവലംബമാക്കേണ്ടത് എന്താണ് മാഷെ? ഈ മാഷ് പറഞ്ഞ നിലയിൽ ആയിരിക്കാൻ, ആ നിലമ നേടാൻ അവലംബമാക്കേണ്ടത് എന്താണ് എന്നുള്ളതാണ്. അതിന്റെ മേലെയുള്ള ആവരണങ്ങൾ നീക്കുക. ആവരണങ്ങൾ തൂത്തെറിയുക. ആവരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം ഉദ്ദേശിക്കുന്നത് നമ്മൾ ആർജിച്ച എല്ലാം തന്നെ, ആർജിച്ച സംസ്കാരങ്ങളെല്ലാം തന്നെ മാറ്റാം. അപ്പം ബുദ്ധൻ പറയുന്ന ഈ മെന്റൽ കൺഫർമേഷൻ വന്ന ആളുകൾക്കോ, ബുദ്ധിസ്റ്റ് നിരീക്ഷണം അനുസരിച്ച് മെന്റൽ കൺഫർമേഷൻ സാറ് പറഞ്ഞല്ലോ സംസ്കാരം മെന്റൽ കൺഫർമേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആവരണം മാറ്റുക? അത് ഈ എന്ന് വെച്ചാൽ അത് ഒരു ഫണ്ടമെന്റൽ ചോദ്യമാണ്. അത് ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്. ഞാനിങ്ങനെ കഴിഞ്ഞ ഒരു ഇതുപോലെയുള്ള ഒരു മീറ്റിങ്ങിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അലർട്ടാവുക, ബീങ് അലർട്ടാണ്, അബ്സല്യൂട്ട്ലി അൺകണ്ടീഷണലി അലർട്ടാണ്. ഒരു ഉപാധിയില്ലാതെ അലർട്ടായിരിക്കുക. അത് പ്രോബ്ലമാറ്റിക് ഒരു അത്ര അതങ്ങനെ വേറെ ഒന്നും അതിൽ ഇപ്പോൾ പലതരം ഉപാധികൾ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ സർക്യൂട്ടിൽ വരും. ഈ ചിന്തയുടെയും കാൽക്കുലേഷൻ കടന്നു വരാത്ത രീതിയിൽ ഒരു അലർട്ട്നെസ് ആണ്. എവറിത്തിങ് ഈസ് മറ്റതൊക്കെ കാൽക്കുലേഷനാണ്. ബ്രെയിനിൻ്റെ നമ്മുടെ ഈ സെറിബ്രൽ കോർട്ടക്സ് ഒരു കാൽക്കുലേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനം, റെപ്രസെന്റേഷൻ കാൽക്കുലേഷൻ. അതൊരു ഇമാജിനറി ഒരു റെലം ഉണ്ടാക്കുകയാണ് ഹ്യൂമൻ എക്സിസ്റ്റൻസിന്. അതാണ് അതിൻ്റെ ഇപ്പം അത് ഉണ്ടാക്കുന്ന ലോകം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സോഷ്യൽ വേൾഡിൻ്റെ പല നിയമങ്ങളും പല തരത്തിലുള്ള സോഷ്യൽ ഡിസയേഴ്സും അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത് അതിലൂടെ ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, അതിലൂടെ ചിന്തിക്കാൻ നമ്മൾ സ്വയം വിട്ടെടുക്കുമ്പോൾ, നമ്മൾ വെച്ചാൽ ഈ സത്വത്തിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇട്ടുകൊടുക്കുമ്പം അത് ഈ ആയിരിക്കലിൻ്റെ ഈ അകറ്റപ്പെട്ട ഈ തന്നെ തുടരുക ചെയ്യും. അപ്പം അതെന്ന് വെച്ചാൽ അതിനെ ഇവിടെ അപേക്ഷിച്ച് അലർട്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ള, അലർട്ടാവുക എന്നുള്ള മാത്രമേ അവിടെ പ്രതിവിധിയുള്ളൂ. ഇപ്പോൾ ഒരു ഭാവിയിൽ ഒരു പക്ഷേ ജനറ്റിക് എഡിറ്റിങ്ങിലൂടെ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആളുകൾ ഉണ്ടാക്കാം, ഈ പറയുന്ന ഇത് ബാധിക്കാത്ത. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്രെയിനിൽ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ സ്ഥലത്തുള്ള പെയിൻ, ഇപ്പോൾ ഉദാഹരണത്തിന് സഫറിങ് ഇല്ലാണ്ടാക്കാം. ദാറ്റ് ഈസ് പോസിബിൾ. ദുഃഖമില്ല, സഫറിങ് വെച്ചാൽ ദുഃഖമില്ല എന്നൊക്കെ. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു റോബോ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് പെയിനും ഈ ദുഃഖവും പിന്നെ ഈ എന്താ പറയുക ഡിസ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കുന്ന പ്രോഗ്രാം വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്യുക അങ്ങനെ. പക്ഷെ അങ്ങനെ അല്ലാണ്ട് പ്രോഗ്രാം ചെയ്യുക കഴിയുന്നത് അങ്ങനെ ഇല്ലാണ്ട് പ്രോഗ്രാം ചെയ്യാനാണ് ഇൻഡസ്ട്രിയും കോർപ്പറേഷനും ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സോഷ്യൽ വേൾഡ് ആവശ്യപ്പെടുന്ന ആ രീതിയിൽ ഒരു റോബോട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാകും. അതുപോലെ തന്നെ മനുഷ്യജീവികൾ ഇതുപോലെ തന്നെ
ഈ പെയിനും ഇതൊക്കെ ഇല്ലാണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. പെയിനും സഫറിങ്ങൊന്നും ബാധിക്കാത്ത രീതിയിൽ സഹനത്തിൻ്റെ ഒരു ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ലാതെ സഹനത്തിൻ്റെ ഒരു പ്രോസസ്സ് ഒരു ഇല്ലാതെ തന്നെ അതിന് അതിനെ കൺസ്ട്രക്ട് ചെയ്യും ഒരു മനുഷ്യജീവി. ഇത് ഇങ്ങനത്തെ പല പോസിബിലിറ്റിയും അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ സാധാരണഗതിയിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോൾ അഫക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യർ എന്നുള്ളത് നമ്മുടെ ഈ സത്വാത്മകമായ അതിൻ്റെ ഭാവാത്മകമായ ആ സ്വച്ഛന്തതയെ നമ്മൾ സ്വച്ഛന്തതയിലാണ് നമ്മൾ ഇരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതാണ് അടിയന്തരമായി വേണ്ടതെങ്കിൽ നമുക്ക് ഒരേ ഒരു വഴിയെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ, ഇത്തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് അല്ല. നമുക്ക് ആ സത്വത്തിൻ്റെ സവിശേഷതയായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ആ അലർട്ട്നെസ്, അതിൻ്റെ ഉണർവ്, ജാഗ്രത, അറ്റൻഷൻ, അത് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അറ്റൻഷൻ അൺകണ്ടാമിനേറ്റഡ് ആയിട്ട് തുടരാൻ സാധിക്കും. ടു റീഗെയിൻ ദാറ്റ് അറ്റൻഷൻ, നോട്ട് ടു ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ മെമ്മറീസ്, ഇൻ വേരിയസ് എന്താ പറയുക ടെക്സ്റ്റ്, ഫോർമുലേഷൻസ് ഓഫ് ടെക്സ്റ്റ്, വ്യവഹാര, സംസ്കാരം, ഇതിലൊന്നും നഷ്ടപ്പെടാതെ ആ അറ്റൻഷനെ വീണ്ടെടുത്ത് അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിക്കും. അറ്റൻഷൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സഫിഷ്യൻസി ഈ സത്വത്തിന് തരുന്നുണ്ട്. എങ്ങനെയാണ് സഫിഷ്യൻസി തരുന്നതെന്ന് വെച്ചാൽ ഒരു പൂച്ചക്കും മറ്റ് നമ്മൾ ഒരു പക്ഷികൾക്കൊക്കെ ഉള്ള ആ അറ്റൻഷനാണ്. അത് സഫിഷ്യൻ്റാണ്. അതിന് കഴിഞ്ഞു പോകാൻ വെച്ചാൽ അതിനായിരിക്കാൻ ആ അറ്റൻഷൻ സഫിഷ്യൻ്റാണ്. ഇൻ അഡീഷൻ ടു വാട്ട് ഇറ്റ് ഈസ് ഫിസിക്കലി എൻഡോഡ് വിത്ത്, അതിൻ്റെ ഡ്രൈവ്സ് ഒക്കെ. അത്തരത്തിലുള്ളൊരു സെൽഫ് സഫിഷ്യൻസി, സത്വത്തിൻ്റെ സത്വാത്മകമായ ആയിരിക്കലിൻ്റെ തരത്തിലുള്ള ഒരു സെൽഫ് സഫിഷ്യൻസി ഓൾറെഡി മനുഷ്യർക്ക് ഉണ്ട്. അറ്റൻഷൻ ബാക്കിയൊക്കെ സൂപ്പർ പോസ്റ്റാണ് മനുഷ്യൻ്റെ ഈ സത്വത്തിൻ്റെ. അതുതന്നെയാണ് മനുഷ്യരുടെ ഈ പറയുന്ന ഈ പലതരത്തിലുള്ള എൻടാങ്കിൾമെൻറ്റിന് കാരണം. ആ എൻടാങ്കിൾമെൻറ്റ് ഈ സാമൂഹ്യമായി ജീവിക്കാൻ, മറ്റ് ജീവജാലങ്ങൾക്ക് സാമൂഹികമായി ജീവിക്കാൻ അവർ സമയം ജീവിക്കേണ്ടത് അവർക്ക് ആവശ്യമില്ല. കാരണം ബയോളജിക്കലി അവർ ദർ ബിൽഡ് ലൈക്ക് ദാറ്റ്, thought in need, not being in need of rising സോഷ്യൽ വേൾഡ്. മനുഷ്യനെ സംബന്ധിച്ചിട്ട് അതാണ് സോഷ്യൽ വേൾഡ് ഒരു സർവൈവലിൻ്റെ ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഒരു തരം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതൊരു കൺസ്പയർഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അത് വീണ് ആളുകൾ അതിലേക്ക് പെട്ടുപോവാണ്. മനുഷ്യർ സാമൂഹിക ജീവിതത്തിലൊക്കെ പെട്ടുപോവാണ്. ആരും പ്ലാൻ ചെയ്തല്ല. അവിടെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ആരും രക്ഷിക്കാനുമില്ല മനുഷ്യർ. അപ്പോൾ അവർക്ക് ആ സത്വത്തിൻ്റെ ആ ജാഗ്രത അവസ്ഥ
വീണ്ടെടുക്കൽ മാത്രമാണ് ഈ പെട്ടുപോകലിന്, ഈ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ, അതിന് മാറ്റാൻ, അതിന് ഈ ജാഗ്രത വീണ്ടെടുക്കാൻ അല്ലാതെ വേറെ മാർഗം ഞാൻ കാണുന്നു. അതാണ് എനിക്ക് ഇനി പറയാനുള്ളത്. നന്ദി സാർ. പക്ഷേ നിക്സൺ ആണ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിക്സൺ സാർ ഇന്നലെ പെർസെപ്ഷന്റെ ചട്ടക്കൂടുകളിൽ നിന്നോ അങ്ങനെ ഒരു പ്രയോഗം കേട്ടു. എന്താണ് പെർസെപ്ഷന്റെ ചട്ടക്കൂടുകൾ? അപ്പൊ അതിന്റെ ഒരു ഗ്രിഡ്, അതിന്റെ ഒരു സ്ട്രക്ചർ ആണോ അത് ഉദ്ദേശിക്കുന്നത്? പെർസെപ്ഷനിൽ അങ്ങനെ ഒരു ചട്ടക്കൂടുകളുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ലെയേഴ്സുകളുണ്ടോ? ചട്ടക്കൂട് ഉണ്ടാവും, ഫ്രെയിം ഉണ്ടാവും. പെർസെപ്ഷൻ മിക്കപ്പോഴും പെർസെപ്ഷൻ എന്നുള്ളത് ഫ്രെയിമിൽ കൂടി തന്നെയാണോ നടക്കുന്നത്? അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമുക്ക് അതാണ് ഇതിന്റെ പെർസെപ്ഷൻ ഇല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഫ്രെയിമിൽ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അത് മറ്റേ ഈ സാധാരണ പറയുന്ന ഉദാഹരണം സിമ്പിളായിട്ടുള്ളത് ഈ മാർക്കസിന്റെ 100 Years of Solitude എന്നുള്ള ബുക്കിൽ പിതാമഹൻ പൗത്രനോട് ഒരു പൗത്രനെയും കൂട്ടി ഒരു കപ്പലിൽ പുതിയ വളരെ കുറേ നാളുകൾക്ക് ശേഷം ഇടയ്ക്കായിരിക്കും ഈ പുതുതായിട്ട് പലതരത്തിലുള്ള ആർട്ടിഫാക്ട്സ് പിന്നെ ചരക്കുകൾ വരും. അതിങ്ങനെ കാണാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പം അങ്ങനെ വലിയ ഐസിൻ്റെ കട്ട ആദ്യമായിട്ട് ആ സമൂഹത്തിൽ, ആ സോളിറ്റ്യൂഡ് ആയിട്ടുള്ള സമൂഹത്തിൽ ഐസിൻ്റെ കട്ട കൊണ്ടുവരികയാണ്. അപ്പോൾ ആ പിതാമഹൻ നോക്കുന്നത് ഇത് ഹിയർ ഇസ് എ ലാർജ് ഡയമണ്ട് എന്നാണ്, ഒരു വലിയ ഡയമണ്ട്. അപ്പോൾ കുട്ടി തൊട്ട് നോക്കുകയാണ്, അത് ഇറ്റ് ഈസ് ഹോട്ട് എന്ന്. അപ്പോൾ അത് വെച്ചാൽ ഇത് രണ്ടും ഇപ്പം ഈ ഓൾറെഡി ആ ഫ്രെയിമിൻ്റെ അകത്താണ് അവർ ഇത് കാണുന്നത്. സോ വാട്ട് ദ ഫ്രെയിം ഡിക്റ്റേറ്റ്സ് ഇസ് ഫ്രെയിംസ് സജസ്റ്റ് ഇറ്റ്സ് ദേ സീ എന്ന്. ഇത് ചെറിയൊരു കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ അത് മനുഷ്യരുടെ ജീവിതത്തിൽ മിക്ക എല്ലാ മേഖലകളിലും ഇതുണ്ട്, ഈ പെർസെപ്ഷൻ്റെ ഈ ചട്ടക്കൂടുണ്ട്. പക്ഷെ ഇതൊന്ന് ഫിലോസഫിക്ക് ഇതിൽ ലിറ്ററേച്ചറിൽ അത്ര പുതിയ കാര്യമൊന്നുമില്ല. അത് ഓൾറെഡി എല്ലാം തന്നെ ഇങ്ങനെ അതിന് കാൾപാപ്പർ പ്രസിദ്ധമായിട്ടുള്ള കാൾപാപ്പറിൻ്റെ ഒരു തിയറി തന്നെയാണ്, ഒബ്സർവേഷൻ ഈസ് തിയറി ലേഡൻ. എല്ലാ ഒബ്സർവേഷനും അത് വെറും പെർസെപ്ഷൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ ഒബ്സർവേഷൻ തിയറി ലേഡൻ. ഒരു ലബോറട്ടറിയിൽ, ഒരു ഫിസിക്കൽ ലബോറട്ടറിയിൽ ഒരു ഫിസിസ്റ്റ് കാണുന്ന പോലെയല്ല നമ്മൾ കാണുന്നത്. നമ്മൾ വെറും ഫണലുകളും അതൊക്കെയാണ് കാണുക, കുറേ കളറുകൾ, എന്താ പാനീയങ്ങളും ലിക്വിഡും ഒക്കെയാണ് കാണുന്നത്. അവർ കാണുന്നത് പലതരത്തിലുള്ള കെമിക്കൽസ്, കെമിസ്ട്രിയാണ്. മറ്റാണെങ്കിൽ ഒരു ക്ലൗഡ് ചാമ്പറിൽ നമ്മൾ ചില ഇങ്ങനെ ഈ പറയുന്ന പോലെ വെളിച്ചങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്, വെളിച്ചങ്ങൾ ഇങ്ങനെ സ്ഫുരണങ്ങൾ കാണും. ഫിസിസ്റ്റ് അവിടെ ഇലക്ട്രോണിനെ കാണും. നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ കാണുന്നതിലും തന്നെ ഒരു വലിയ ചട്ടക്കൂടുകൾ വഹിച്ചുകൊണ്ടാണ് ക്യാരി ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് സംസ്കാരം എന്നുള്ളത് പ്രത്യേക രീതിയിൽ നോക്കാൻ നമ്മളെ എനേബിൾ ചെയ്യുന്നത്. വി സീ തിങ്സ് വെരി ഡിഫറെൻ്റ്ലി വെൻ നമ്മൾ സംസ്കാരത്തിൽ അനുശീലന. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിലാണ് സംസാരം ത്രൈവ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു നോട്ടം നമുക്ക് സാധ്യമാകുന്നത്. ഈ സാധ്യമാകുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ നോട്ടം വിടാനും സാധ്യമാകുന്നത്. അത് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് അത് ഇല്ലാതാക്കാനും പറ്റും.
അത് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് അൺലേൺ ചെയ്യാനും പറ്റേണ്ടതാണ്. എന്താണ് വ്യവഹാരങ്ങളുടെ ധർമ്മം? വ്യവഹാരങ്ങളുടെ ധർമ്മം വെച്ചാൽ ഇതിനെ സസ്റ്റെയിൻ ചെയ്യണം. There is always a backing, സപ്പോർട്ടാണ്. When you have a doubt, you go to വ്യവഹാരം. ടെക്സ്റ്റ് വ്യവഹാരം പല രീതിയിലാണ്. ടെക്സ്റ്റ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി. Whenever you have a doubt in samsara, you go back to the text. So the perception is armored on, the entrenched on. Every perception is entrenched because you have ultimately a text to refer to, authority. And perception എന്നുള്ളത് ഒരു ചെറിയ ഒരു മൊമെന്റിന്റെ കാര്യമില്ല, ഒരു ഇൻഡിവിജ്വൽ ഒരു ഇൻസ്റ്റൻസിന്റെ കാര്യമില്ല, ഹോൾ സ്ട്രക്ചറിന്റെ. നിർത്താം ഉത്തരം. ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം സാർ. മാഷെ ഭഗത്താണ് സാർ. ഒരു മാഷ് പറഞ്ഞു, മാഷ് ഓൾറെഡി കുറെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആ ചോദ്യത്തിന് ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഇന്നലെ ചോദിച്ചതിനും. പക്ഷെ എനിക്ക് തോന്നുന്നൊരു ഡൗട്ട് വെച്ച് കഴിഞ്ഞാല് ഈവൻ നമ്മുടെ സ്പീഷീസ് തന്നെ ഉണ്ടായിട്ട് ഏകദേശം 2 ലക്ഷം വർഷങ്ങളായി എന്നാണല്ലോ പറയുന്നത്. അപ്പം ഈ ഫിലോസഫിയുടെ ഒറിജിൻ ആയാലും ഈ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പിന്നെ കലകളുടെ, നമ്മൾ കണക്കാക്കുന്ന കലകളുടെ ആയാലും അതൊക്കെ ഒരു മനുഷ്യ സംസ്കാരത്തിൽ വന്നിട്ട് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് വർഷങ്ങളല്ലേ ആവുന്നുള്ളൂ. ഒരു മീൻസ് കൾട്ടിവേഷൻ്റെ ഒക്കെ ഒരു 10,000 വർഷത്തിന്റെ പഴക്കമൊക്കെ അല്ലേ നമുക്കിപ്പോൾ നിലവിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം മാഷ് പറഞ്ഞു, അത് തീർച്ചയായിട്ടും ഈ ഒരു അർജൻസി ഉണ്ട് അതിൽ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത്തരം ഒരു ജാഗ്രത ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഇതിലേക്ക് ഇതിന്ന് ഡ്രോപ്പ് ചെയ്യാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിലേക്കുള്ള ഈ ഷിഫ്റ്റ്, ഈ ഫിലോസഫിയുടെ ഒറിജിൻ തന്നെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് അത് എത്തപ്പെട്ട ഒരു അവസ്ഥ തന്നെ ഒരു സർപ്ലസിന്റെ പ്രൊഡക്ഷനിലുള്ള സർപ്ലസ് അല്ലേ അത്തരം ഒരു ഇതിലേക്ക് എത്തിച്ചത് ഈ ഒരു സ്പീഷീസിനെ പോലും. ഇതിനൊരു സാമൂഹിക ജീവിതം മറ്റു പല ജീവികൾക്കുള്ള സാമൂഹിക ജീവിതം പോലെയുള്ള ഒരു സാമൂഹിക ജീവിതം അതിനു മുമ്പും സാധ്യമായിരുന്നില്ലേ? നമ്മൾ ഈ സകലതും ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു നിലനിൽപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, മീൻസ് സകലതും എന്നല്ല ഞാൻ പറയുന്നത്, കുറെ കൂടി ഇന്റർ ഡിപ്പെൻഡന്റ് കോറേസിംഗ് എന്നുള്ള രീതിയിൽ ബാക്കി ഇതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ലാതെ വരുന്നതെന്ന് നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ തെറ്റി മാറിയത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാതെ നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുമോ? അതൊരു പ്രത്യേക മൊമെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നല്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് പ്രോഗ്രസീവ് ആവാം, വേരിയസ് ആയിട്ടുള്ള ഒരു പലതരത്തിലുള്ള തലങ്ങളുണ്ടാവാം അതിൻ്റെ. അങ്ങനെ തെറ്റലല്ല, തെറ്റെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. അതൊരു ഫാൾട്ടി സ്റ്റെപ്പ് അങ്ങനൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. ഫാൾട്ടി സ്റ്റെപ്പ് എന്ന് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. എല്ലാ സ്റ്റെപ്പുകളും പോസിബിളും റൈറ്റും ആയിരിക്കും. അത് സിവിലൈസേഷൻ്റെ ആക്ച്വലി ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഇടയ്ക്ക് ഹിസ്റ്ററിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ആർഗ്യുമെൻ്റ് ഒരിക്കലും ഹിസ്റ്ററിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഞാൻ പറഞ്ഞ ഈ പ്രസൻസ് എന്നുള്ളത്, ഞാൻ പറഞ്ഞ ഈ പ്രസൻസ് എന്നുള്ള ആർത്തല്ലേ ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തപ്പോൾ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് വാട്ട് വി ഹാവ് ഓൾറെഡി. ദർ ഇസ് നോ imaginary place to which we can compare our state.
There is no historical argument can be brought in. There is nothing to learn from history in that sense. This is the only thing we have. What is happening today? The destruction, the violence. Okay. The decision on if people are willing to live in this violence and destruction, in this accelerated pressure seeking world. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം ആക്ച്വലി. എവരിബഡി എല്ലാവരും അതിൽ സംതൃപ്തരായിരിക്കും. സംതൃപ്തി വെച്ചാൽ ദേ ആർ റെഡി, നോട്ട് സംതൃപ്തർ, പ്രിപ്പയർഡ് ആണ്. ദേ ലൂസ്, ദേ ഡോണ്ട് ബി ഡിജക്റ്റഡ്, ദേ ഫൈറ്റ്, ദെൻ ദേ കം അപ്പ്. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ എങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. കാരണം ഞാൻ അവിടെ വെച്ചാൽ എനിക്ക് ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു പരാതികളില്ല എനിക്ക് അതിനെ പറ്റിയിട്ട്. അതെന്ന് വെച്ചാൽ ഇത് ദുഃഖത്തിനെ ഉണ്ടാക്കരുത് എന്ന്, മനുഷ്യർക്ക് ദുഃഖത്തിനെ ഉണ്ടാക്കാണ്ട് അവർ പോവാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചാൽ ഞാൻ അതിനെ പറ്റിയിട്ടില്ല. ആ ഇതിലാണ് ഞാൻ എൻ്റെ പ്രോബ്ലം. ഞാൻ വെച്ചാൽ അങ്ങനെയാണ് നോക്കുന്നത്. ഒരാളെ ഒരു കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ അത് ആ പ്രസൻസ് ആർത്തൽ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണെങ്കിൽ ഈ അലർട്ട്നെസ് ആവശ്യമായി വരുന്നത് ദിസ് ഇസ് ദ ഓൺലി ലൈഫ് വി ഹാവ് എന്നുള്ളത്, ദ ഓൺലി തിങ് സിറ്റുവേഷൻ വി ആർ ഇൻ. ഈ ടൈമിൻ്റെ ടെമ്പോറൽ ആയിട്ടുള്ള ഒരു ഇത് ആസ്പെക്ട്, ടെമ്പോറൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് തന്നെ ആയിട്ട് കൊണ്ടുവരുന്നത്. ടൈം എന്ന് പറയുന്നത് വാട്ട് എവർ ടൈം ഇറ്റ് ഈസ്, ഐ ഡോണ്ട് നോ വെദർ ദർ ഇസ് ടൈം. ടെമ്പോറൽ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ അകത്ത് തന്നെയാണ്, ഈ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് തന്നെയാണ്, ഇത് പ്രസൻസിലാണുള്ളത്. പ്രസൻസ് നമ്മളിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ തന്നെ മാർക്കുകളെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നിന്നാണ് നമ്മൾ പാസ്റ്റ് എന്നുള്ളത്. ദർ ഇസ് നത്തിങ് ലൈക്ക് പാസ്റ്റ്. അതൊരു വേറെ എന്റർടൈൻമെന്റ് ആണ് ഹിസ്റ്ററിയില്. പ്രസന്റ് മാർക്ക് ആണ് പ്രധാനം. പ്രസന്റ് ടോർച്ചർ, അഫക്ട്സ് ബോഡിയുടെ ബാധിക്കപ്പെട്ടത്, റിലേഷൻഷിപ്പിനുണ്ടാകുന്ന ഒക്കെ തന്നെയാണ്. സോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ത്രൈവ് ചെയ്യുന്നത്, അത് സസ്റ്റെയിൻ ചെയ്യുന്നത്, ഈ രീതിയിലുള്ള സഫറിങ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഈ ടെക്സ്റ്റുകളെ റിലേറ്റീവായിട്ട്. പാസ്റ്റ് നമ്മൾ പല തരത്തിലുള്ള ടെക്സ്റ്റ് ഹിസ്റ്ററിയിൽ നമ്മളൊരു മെമ്മറി ഉണ്ടാക്കുന്നു, അതിനോട് ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യും, അവലംബിക്കുന്നു. മെമ്മറിയോട് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ഇതിൻ്റെ പ്രശ്നങ്ങളെയും അതിൻ്റെ സൊല്യൂഷനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതോൾ ഈ സർക്യൂട്ടിൻ്റെ അകത്ത് ഈ ചുറയിൽ നിൽക്കുക തന്നെയാണ് അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു അലർട്ട്നെസ് ശേഷിയുള്ള ഒരേ ഒരു രീതി, ഒരു മനുഷ്യർക്ക് ഓൾറെഡി സ്വതസിദ്ധമായിട്ടുള്ളത് ഈ അലർട്ട്നെസ്സാണ്. അതൊരു എമർജൻസി, ഒരു എമർജൻസിയിൽ കൂടി നമ്മളത് അൺലീഷ് ചെയ്യുന്നുണ്ട്. അപ്പോഴും മാത്രമേ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. കാരണം ഈ പ്രസൻസിൻ്റെ predicament, the predicament that we are in, which is the presence, that is what we have to overcome. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിൽ വന്നത്.
ഭഗത് സിംഗ്. ഞാൻ എന്താ പറയുക, ഞാനത് ഇങ്ങനെ ഒരു ഉത്തരം നേരിട്ട് ഉത്തരമായിട്ട് ഇങ്ങനെ പറയല്ല, ഞാനത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ചിലപ്പോൾ ഒരേ സാധനം തന്നെ റെക്കോർഡ് ഒരേ സാധനം തന്നെ പ്ലേ ചെയ്യുന്ന പോലെ ആയിരിക്കും ഞാൻ പറയുന്നുണ്ട്. താങ്ക്സ് സർ. ഇനി എന്തായാലും പുത്രം നിർത്തും 12:30. ശരി സർ. ഇവരെ എന്നെ സഹിച്ചവരെല്ലാവർക്കും ഞാൻ നന്ദി പറയണമെന്നറിയാം. സഹിച്ചാൽ നന്ദിയല്ലല്ലോ പറയണ്ട. എന്നെ സഹിച്ചവർക്ക് ഒരു ക്ഷമ ചോദിക്കുന്നു. നിർത്തല്ലേ? ശരി സർ. ശരി. മാഷ ഇനിയും കേൾക്കാൻ പറ്റുന്ന ആഗ്രഹിക്കുന്നു. ശരി സർ. താങ്ക്സ്. നിങ്ങളവിടെ ലവ് യു. ഭഗത് സിംഗ് കോളേജ് ഇപ്പോഴും കോളേജിലെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നുണ്ടായിരുന്നു സാർ. ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഇയർ എൻട്രൻസ് നടക്കുന്നു, അതിന്റെ വാല്യുവേഷൻ. ശരി സർ. താങ്ക്സ് സർ. ശോഭ, താങ്ക് യു. ഞാൻ സാർ ലവ് യു. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യട്ടോ. ശരി.